ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ എൻ്റെ പൊതു ശുശ്രൂഷയിൽ ഞാൻ ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വിഷയം പരിശുദ്ധാത്മ നിറവാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ ഈ പഠന പരമ്പരയിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം വിശുദ്ധ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. ഈ ദിവസങ്ങളിൽ അതിൽ നിന്ന് മാറി കൃപാവരങ്ങളുമായിട്ടുള്ള ചില മെസ്സേജസ്, ചില സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. ഇന്ന് ഞാൻ ധ്യാനിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെയധികം തെറ്റിദ്ധാരണകൾ നിറഞ്ഞൊരു വിഷയമാണ്. ഒരുപാട് ആത്മീയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉളവാക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം വേറൊന്നുമല്ല, പരിശുദ്ധാത്മ നിറവും പ്രവചന വരവും. പ്രവചന വരത്തെ കുറിച്ച് നിങ്ങൾ എത്ര പേർ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊതുവെ നമ്മളൊന്നും കേൾക്കാറില്ല, പ്രവചനം എന്നുള്ളത് പഠിപ്പിക്കാറില്ല, പ്രവചനം കേൾക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അത് തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉളവാക്കുന്ന ഒരു വിഷയമാണ്. പ്രവചന വരത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പരിശുദ്ധാത്മ നിറവ് ഉണ്ടാകുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ധ്യാനിക്കുവാനായിട്ട്. നമ്മൾ പുതിയ നിയമത്തിൽ എടുത്തു പരിശോധിച്ചാൽ, ഇപ്പോൾ വാക്യങ്ങൾ എടുത്ത് അതിന് സമയം നമ്മൾ ചിലവാക്കുന്നില്ല, എവിടെയൊക്കെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് നിങ്ങൾ നോക്കിയാൽ അവിടെയെല്ലാം ഒരു കാര്യം പൊതുവായിട്ട് കാണാൻ കഴിയും: ആ വ്യക്തിയുടെ അധരങ്ങളെ ദൈവം തൊടും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിശബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവൾ ഉറക്കെ പറഞ്ഞു, മറിയയോട് വന്ദനം ചൊല്ലി. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ, അതാരാണ്? സെക്കറിയാവ്. പ്രവാചകനല്ല, പുരോഹിതനായ സെക്കറിയാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വീണ്ടും താൻ വിളിച്ചു പറഞ്ഞു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ഉറക്കെ പറഞ്ഞു എന്നുള്ളതല്ല. ദൈവാത്മാവ് നിയോഗം നൽകുന്ന വെളിപ്പാടുകളാണ് അവർ ഉറക്കെ പറഞ്ഞത്. അല്ലാതെ ഉറക്കെ പറയാൻ പരിശുദ്ധാത്മ നിറവൊന്നും വേണ്ട. നമ്മൾ തന്നെ കാണുന്നില്ലേ, വിളിച്ചു പോകാൻ വലിയ ആത്മാവൊന്നും വേണ്ട. അത് ജഡം. ഇത് ജഡത്തിലുള്ള സംസാരമല്ല. ആത്മാവ് നിയോഗം നൽകുന്നത് പോലെ, ആത്മാവ് വെളിപ്പാട് നൽകുന്നത് പോലെ അവരത് വിളിച്ചു പറഞ്ഞു. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് കടന്നു വരുമ്പോൾ പെന്തക്കോസ്ത് നാളിലും അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവരുടെ ആദരങ്ങളെ ദൈവം തൊട്ടു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിക്കാൻ പറയുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർക്ക് തോന്നിയ പോലെ അല്ല അവർ അന്യഭാഷ സംസാരിച്ചത്, ആത്മാവ് ഉച്ചരിക്കുവാൻ നൽകുന്നത് പോലെ. അവിടെയെല്ലാം ദൈവാത്മാവാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. ദൈവാത്മാവ് അവർക്ക് ദൂത് നൽകിയിട്ടാണ് അവര് ആദരങ്ങളിലൂടെ അത് പറയുന്നത്. അത് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോൾ അന്യഭാഷ കടന്നു വരും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, 8-ാം അധ്യായം, 10-ാമത്തെ അധ്യായം, 19-ാമത്തെ അധ്യായം, ഇവിടെ എല്ലാം ഓരോ ജനക്കൂട്ടങ്ങൾ ആത്മസ്നാനം പ്രാപിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിലെ യഹൂദന്മാർ, 8-ാമത്തെ അധ്യായത്തിലെ ശമരിയക്കാർ, 10-ാമത്തെ അധ്യായത്തിലെ ജാതികൾ, 19-ാമത്തെ അധ്യായത്തിലെ യോഹന്നാന്റെ ശിഷ്യന്മാർ. ഇതിലെ 8-ാമത്തെ അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ ലൂക്കോസ് അവരെ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചപ്പോൾ എന്തു പറഞ്ഞു എന്ന് പറയാതിരിക്കുന്നത്. അവിടെ ഒരു കൃപാവരവും എടുത്തു പറഞ്ഞിട്ടില്ല. അവർ അന്യഭാഷയെ പറഞ്ഞെന്നോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ 2-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായം, 19-ാമത്തെ അധ്യായം ഇവിടെ എല്ലാം എടുത്തു പറഞ്ഞിരിക്കുന്നത് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. എന്നാൽ 19-ാമത്തെ അധ്യായത്തില് പൗലോസ് അവരുടെ തലമേൽ കൈവച്ചപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരായ വ്യക്തികൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ അന്യഭാഷ ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവെന്നുള്ള രീതിയിലല്ല, കുറഞ്ഞ പക്ഷം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു വ്യക്തി അന്യഭാഷ സംസാരിച്ചിരിക്കും. എന്നാൽ അതിലങ്ങ് ഒതുക്കുകയല്ല, ചിലപ്പോൾ പ്രവചനവും കടന്നു വരും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മ നിറവ് കടന്നു വന്നു കഴിഞ്ഞാൽ അത് എവിടെ കാണാൻ കഴിയും? നിങ്ങളുടെ അധരങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അത് തന്നെ നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് ധ്യാനിക്കാം. ആത്മസ്നാനം പ്രാപിച്ചവർ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ അധരങ്ങളെ ദൈവം തൊട്ടോ? പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചെന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ അധരങ്ങളെ ദൈവം തൊട്ടോ? നിങ്ങളുടെ വാക്കുകളൊക്കെ എങ്ങനെയുണ്ട്? സഭയ്ക്കകത്തിരിക്കുമ്പോൾ, യോഗത്തിനകത്തിരിക്കുമ്പോൾ, അല്ല വീട്ടിലൊക്കെ ഉള്ള വാക്കുകളൊക്കെ എങ്ങനെയുണ്ട്? ദൈവാത്മാവ് നാവിൽ തരുന്നതാണോ നിങ്ങളൊക്കെ സംസാരിക്കുന്നേ? എന്റെ നാവ് എങ്ങനെയുണ്ട്? നാവിന് മാറ്റം വന്നോ? നാവിന് മാറ്റം വന്നില്ല, പക്ഷെ അന്യഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അഭിഷേകം വ്യാജം.
അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നു, എന്നാൽ മാതൃഭാഷയിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള മനുഷ്യരെ ആക്ഷേപിക്കുന്നു. അത് വ്യാജം അല്ലെ? യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു നീരുറവയിന്ന് രണ്ട് തരത്തിലുള്ള വെള്ളം വരത്തില്ല. പച്ചവെള്ളവും വരുന്നു, അതിന്റെ ഒപ്പം ഡ്രെയിനേജും വരുന്നു. അപ്പൊ അതെന്തോ കുഴപ്പം പിടിച്ച പൈപ്പാണെന്ന് അതിന്റെ അർത്ഥം അല്ലെ? ഇന്ന് ഒരുപാട് വിശ്വാസികൾ സഭയെ വന്നിട്ട് ബഹളം വെച്ച് ദൈവത്തെ സ്തുതിക്കും, പക്ഷെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരെ ജഡത്തിൽ നല്ല തെറിയും പറയും അല്ലേ? അപ്പൊ അതെന്താണ്? അതരത്തെ ഒന്നും പരിശുദ്ധാത്മ തൊട്ടൊന്നുമില്ല. ഞാൻ കണ്ടു പഠിച്ച കുറച്ച് അന്യഭാഷ വെച്ച് പറയുന്നു അല്ലെ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഈ കോവിഡിന് ശേഷം ഒരു കാര്യം മനസ്സിലായി. യൂട്യൂബ് ലൈവൊക്കെ എല്ലാ സഭകൾക്കും ഉണ്ട്. കോഴിക്കോടും തിരുവല്ലയിലും തിരുവനന്തപുരത്തും പെന്തക്കോസുകാർ പറയുന്നത് ഒരേ 4 അക്ഷരമുള്ള അന്യഭാഷയാണ്. കേട്ട് പഠിച്ച് കാണാ പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ? ആർക്കും വേറെ ഒരു അന്യഭാഷയില്ല, ഈ 4 അക്ഷരം തന്നെ. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം എനിക്ക് അന്യഭാഷ അല്ല. എന്റെ അന്യഭാഷ ഇതൊന്നുമല്ല. മാത്രമല്ല, ഞാൻ 4 അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി പറയല്ല അല്ലെ? എനിക്ക് ആത്മാവരെ ലഭിച്ചിട്ടുള്ള പരിചയമുള്ള എല്ലാ ഭക്തന്മാരും ഞാൻ കേട്ടിട്ടുള്ള അവരൊരു ഭാഷയിലും സംസാരിക്കുക, അല്ലാതെ ബാബാ എന്ന് 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല അല്ലെ? ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ബന്ധക്കോസുകാരുടെയും അന്യഭാഷ വ്യാജമാണ്. അവർ കേട്ടുപഠിച്ച പരിചിതമായ ഒരു കാര്യമാണ് അല്ലെ? നമുക്കിപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ പുൾപിറ്റിൽ കയറുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ് ഹാലേലൂയയുടെ അർത്ഥം? 2 മണിക്കൂർ ഇവരങ്ങോട്ടിരുന്ന് ഹാലേലൂയ 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 എന്ന് അങ്ങോട്ട് കൂവി വിളിക്കും. നമ്മുടെ ഹിന്ദിയിലെ ചില്ലാന എന്ന് പറയും, കൂവി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുൾപിറ്റില് ഒരു ദേവദാസൻ കയറി ചോദിക്കുകയാണ്, ഹാലേലൂയയുടെ അർത്ഥം എന്താ? ഒരാൾക്ക് പറഞ്ഞുകൂടാ. പിന്നെ അപ്പൊ എന്തുവാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അത് മുമ്പിൽ നിന്ന് പാസ്റ്റർ പഠിപ്പിച്ചു ഹാലേലൂയ ഹാലേലൂയ എന്ന് പറഞ്ഞോണം. മന്ത്രം പോലെ കാണാൻ പിടിച്ചു വെച്ചിരിക്കുക. ദൈവം തന്ന വചനത്തിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഉണർന്ന ഹാലേലൂയ പറച്ചിലല്ല, അത് കേട്ട് പഠിച്ചിരിക്കുന്ന ഒരു പരിചയ സമ്പത്തുള്ള ഒരു പ്രവൃത്തി, അത്രേ ഉള്ളൂ. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ വിശ്വാസികള് ഹാലേലൂയ കാണാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിശ്വാസികള് വേറെ കുറെ ശീകാലാമ രാബ കാണാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ചില പാസ്റ്റർമാര് പറഞ്ഞതൊക്കെ കേട്ട് അതുപോലെ അങ്ങ് കാണാൻ പഠിച്ചു പറയുന്നുണ്ട്. അങ്ങനെ കേട്ട് തഴമ്പിച്ച എന്തെങ്കിലും അന്യഭാഷ പറച്ചിലല്ല ശരിക്കുള്ള അന്യഭാഷാ വരം. ശരിക്കുള്ള അന്യഭാഷ വരം കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതൃഭാഷയിൽ അത് വെളിപ്പെട്ടു വരും അല്ലെ? അന്യഭാഷ സംസാരിക്കുന്നവൻ അവന് തന്നെ വിശ്വാസ വർധന വരുത്തുന്നു. വിശ്വാസ വർധന വന്നൊരുത്തൻ ആത്മീയത തന്റെ മാതൃഭാഷയിലൂടെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അവന് കിട്ടിയ അന്യഭാഷ വ്യാജം, അവന് കിട്ടിയ ആത്മസ്നാനം വെറും വ്യാജം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പൊതുവായുള്ള ഉപദേശം ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ, ആദരങ്ങളെ ദൈവം തൊടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷ മാത്രമല്ല നിങ്ങളുടെ മാതൃഭാഷയിലും അത് വെളിപ്പെട്ടു വരണം. ഇന്ന് പലർക്കും അന്യഭാഷ പറയണം, പ്രവചനം പറയണം, പ്രസംഗിക്കണം, പാട്ടുപാടണം, വീട്ടിൽ ചെന്ന മാതൃഭാഷ ദൈവം തുടരരുത്. അതെനിക്ക് തോന്നിയ പോലെയൊക്കെ എനിക്ക് ഉപയോഗിക്കണം. എന്റെ തനി നിറമൊക്കെ ഞാൻ പ്രകടിപ്പിക്കും. എനിക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ ഞാൻ പിണങ്ങും, ഞാൻ അവരെ കുറിച്ച് പരദൂഷണം പറയും, ഞാൻ കള്ളം പറയും, ഞാൻ നുണ പറയും അല്ലെ? എനിക്ക് വായി തോന്നിയൊക്കെ പറയും. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ജഡത്തിലൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷെ എനിക്ക് സഭയെ വരുമ്പോൾ പാട്ട് പാടണം, അന്യഭാഷ പറയണം, പ്രവചനം പറയണം, അത് നടക്കത്തില്ല. പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കീഴിൽ അവനോട് വിധേയത്വമുള്ള നാവ് ഉണ്ടായെന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ എനിക്ക് തോന്നുമ്പോഴൊക്കെ വിധേയത്വം മാറ്റിയിട്ട് ജഡത്തിൽ സംസാരിക്കുക എന്നുള്ളതല്ല. ഇത് നിങ്ങൾ മറന്നു പോകരുത്, കാതലായ വിഷയമാണ്. പരിശുദ്ധാത്മ നിറവ് വന്നവന്റെ അധരത്തെ ദൈവം തൊടും. അങ്ങനെ ഒരു കീഴ്പ്പെടലും സമർപ്പണവും ഉള്ള ആത്മീയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് കൃപാവരങ്ങൾ. അല്ലാതെ ജഡീകന്മാർക്ക് അനുഭൂതി ഉളവാക്കാനും ആളാകാനും ദൈവം നൽകുന്നതല്ല കൃപാവരങ്ങൾ. അത് വ്യാജം. അതുകൊണ്ട് ആത്മീയത വിട്ടുകളയരുത്. അതുകൊണ്ടാണ് ഈ പഠന പരമ്പരയുടെ ആദ്യം കുറെ നാള് വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ചത്. പൊതുവെ പരിശുദ്ധാത്മ നിറഞ്ഞ ആദ്യമേ ചിലര് അനിവാര്യയും കൃപാവരത്തിലേക്ക് പോകും. അല്ല, ആദ്യം വിശുദ്ധി. വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാഥമികമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ശരി, നമുക്കിനി പ്രവചന വരത്തിലേക്ക് കടക്കാം. പുതിയ നിയമത്തിൽ നിന്ന് പ്രവചന വരത്തെ കുറിച്ചുള്ള 10 പാഠങ്ങൾ വളരെ വേഗത്തിൽ, സമയം ഒരുപാട് നമ്മൾ എടുക്കുന്നില്ല, പക്ഷെ വളരെ വേഗത്തിൽ 10 പാഠങ്ങൾ നോക്കി
ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണകൾ ഒരുപാടുള്ള ഒരു മേഖലയാണിത്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വെച്ച് പൊറുപ്പിക്കുന്ന ഒരു മേഖലയാണ്. കാരണം വചനത്തിൽ നിന്നുള്ള ഉപദേശം ഇന്ന് വരെ പഠിച്ചിട്ടില്ല. പ്രവചന വരം വചനത്തിൽ നിന്ന് ശക്തമായിട്ട് എടുത്ത് ധ്യാനിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് മുമ്പത്തെയൊക്കെ രക്ഷിക്കപ്പെട്ട ഏത് പശ്ചാത്തലമാണോ അവിടെയൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ കടമെടുത്തുകൊണ്ടാണ് പലരും പ്രവചന വരത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജ്യോതിഷമാണ് ഇന്ന് പലപ്പോഴും പ്രവചനം. അവർക്ക് ജ്യോതിഷമുണ്ട്, നമുക്ക് പ്രവചനമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ പോയി കബഡി നിരത്തും, നമ്മളൊരു പ്രവാചകന്റെ അടുത്ത് പോകും. ഇതൊക്കെ തെറ്റായ ഉപദേശങ്ങളാണ്. ഇതൊന്നും പുതിയ നിയമത്തിന് ആധാരമുള്ള ഒരു വിഷയങ്ങളുമല്ല. ഒരുപാട് കുഴപ്പങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, ചതിക്കുഴികൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പുതിയ നിയമം പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒന്നാമത്തെ പാഠം, പുതിയ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇത് പഴയ ഉടമ്പടിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. പുതിയ ഉടമ്പടിയിൽ സകല വിശ്വാസികൾക്കും പ്രവചിക്കാം. എല്ലാവരും പ്രവാചകന്മാരെന്നല്ല, സകല വിശ്വാസികൾക്കും പ്രവചിക്കാം. ഇന്ന് പലപ്പോഴും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ പോലെ ചില പ്രവാചകന്മാരുണ്ട്, അവർക്ക് മാത്രമേ ഉള്ളൂ പ്രവചനം. അല്ല, പുതിയ നിയമത്തിൽ സകല വിശ്വാസികൾക്കും പ്രവചിക്കാം. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 2:17-18. പെന്തക്കോസ്ത് നാളിലെ കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2:17-18. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും. ആണോ? പുത്രന്മാരും പുത്രിമാരും അന്യഭാഷ പറയുമെന്നല്ല, പ്രവചിക്കും. തുടർന്ന് വായിച്ചാട്ടെ. ദർശനം ദർശിക്കും. വൃദ്ധന്മാർക്കും വെളിപ്പാടുകളുള്ള സ്വപ്നങ്ങൾ ലഭിക്കും. അവരും പ്രവചിക്കും. ദാസന്മാർ, ദാസിമാർ എല്ലാവരും, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ എല്ലാവരും പ്രവചിക്കും. കാരണം എന്താ? എബ്രായർ 8:8-11 വായിച്ചേ. പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത ഇതാണ്. ഇത് പഴയ ഉടമ്പടി അല്ല. എബ്രായർ 8:8-11 ഈ വാക്യം കൂടെ ചേർത്ത് വായിച്ചാലേ അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ വായിച്ചു കേൾപ്പിച്ച യോവേൽ പ്രവാചകന്റെ പ്രവചനം മനസ്സിലാകത്തുള്ളൂ. എബ്രായർ 8:8-11. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് പുതിയൊരു ഉടമ്പടി ഇവിടെ കാലം വരുമെന്ന് കർത്താവ് യെരമ്യാവിലൂടെ പ്രവചിക്കുകയാണ്. വായിച്ചാട്ടെ. പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, പഴയ ഉടമ്പടി പോലെയല്ല, അവരെന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പഴയ ഉടമ്പടിയിലെ പോരായ്മകളാണ്. തുടർന്ന് വായിച്ചാട്ടെ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. ഇത് നമ്മൾ മുന്നൊരിക്കൽ കണ്ടു. ഇത് ആത്മാവകത്ത് വരുന്നതിനെ കുറിച്ചാണ്. നിയമം ഇനി അകത്താണ്. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നൽകും. അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനോട് തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. എല്ലാവർക്കും വ്യക്തിപരമായ ബന്ധമുണ്ട്. ഇതും അപ്പോസ്തല പ്രവൃത്തിയിൽ രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. പഴയ ഉടമ്പടിയിൽ പ്രവാചകനെ ദൈവഹിതമൊക്കെ അറിയാവുള്ളൂ. ദൈവത്തിന്റെ മനസ്സെന്താണെന്ന് അറിയാൻ പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളായിരുന്നു. അന്ന് അവർക്ക് മാത്രമേ അഭിഷേകം. ഇന്ന് അഭിഷേകം സകല ജഡത്തിന്മേലും ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ അതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. എല്ലാവർക്കും വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധം പറ്റും. അതുകൊണ്ട് തന്നെ ദൈവഹിതം എന്താണെന്നുള്ള വെളിപ്പാട് മനസ്സിലാക്കുവാൻ എല്ലാ വിശ്വാസികൾക്കും കഴിയും. പ്രവാചകന്റെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രവാചകന്റെ കാര്യം എന്താണ് അതിൽ പിന്നീട് പറയാം. പക്ഷെ ഒന്നാമതായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്റെ അടുത്ത് പോയാലേ ദൈവഹിതം അറിയാവൂന്ന് പറയരുത്. പുതിയ ഉടമ്പടിയിൽ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും മെനക്കെടാൻ വയ്യ. പ്രാർത്ഥിച്ചൊന്നും ദൈവസന്നിധി ഇരിക്കാനൊന്നും വയ്യ. ആത്മീയതയൊന്നും കാത്തു സൂക്ഷിക്കാൻ വയ്യ. അപ്പൊ പിന്നെ എളുപ്പം അപ്പുറത്തൊരാൾ കട തുറന്നു വെച്ചിട്ടുണ്ട്, പോയി പ്രവചനം വായിക്കാം. അത് തെറ്റാണ്. സകല വിശ്വാസികൾക്കും പ്രവചിക്കുവാൻ കഴിയും. 1 കൊരിന്ത്യർ 14:5 എടുത്ത്. 1 കൊരിന്ത്യർ 14:5 വായിച്ചാട്ടെ.
പ്രവചിക്കുന്നു. കണ്ടോ, അപ്പോസ്തലന്റെ ഇച്ഛ കണ്ടോ, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. അപ്പോസ്തലന്റെ ഇച്ഛ നിങ്ങളെല്ലാം കേട്ടോ, നിങ്ങൾ എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ഈ ഇച്ഛ കേട്ടിട്ടുണ്ടോ? അപ്പോസ്തലൻ തിരുവെഴുത്തുകൾ എഴുതി വെച്ചിരിക്കുന്ന ഇച്ഛയാണ്, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. അല്ലാതെ കുറച്ച് കൂടിയവന്മാര് മാത്രം പ്രവചിച്ചാൽ പോരാ, എല്ലാവരും പ്രവചിക്കണം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇതാണ് പഴയ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന മോശയുടെ പോലും പ്രാർത്ഥന. സംഖ്യാപുസ്തകം 11-ന്റെ 25 മുതൽ 29. അന്ന് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇവിടെ അപ്പോസ്തലൻ തന്റെ ഇച്ഛയായിട്ട് സഭയെ ആരാധനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത്. സംഖ്യാപുസ്തകം 11, 25 മുതൽ 29. എന്നാലും യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. മോശയ്ക്ക് എല്ലാം നോക്കി നടത്താൻ വയ്യാത്തോണ്ട് നമുക്കറിയാം, മോശ 70 മൂപ്പന്മാരെ കണ്ടു. അപ്പൊ എന്ത് ചെയ്തു കർത്താവ്? മോശമേലുള്ള പരിശുദ്ധാത്മാവിനെ എടുത്ത് 70 മൂപ്പന്മാർക്ക് പങ്കിട്ട് കൊടുത്തു. തുടർന്ന് വായിച്ചോട്ടെ. അവർ പ്രവചിച്ചു. കണ്ടോ, ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ ആദരങ്ങളെ ദൈവം തൊട്ടു. പഴയ നിയമത്തിൽ ഇത് തന്നെ, ആദരത്തെ ദൈവം തൊടും. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഈ ആലയത്തിലൊക്കെ കടന്നു വരാതെ ഓൺലൈൻ മതി, വീട്ടിലിരിക്കുക. 2 എണ്ണം അവര് ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. ഒരുത്തനെ എൽദാദെന്നും മറ്റവന് മേദാദെന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. കർത്താവിന്റെ ഒരു മനസ്സലിവ് കണ്ടോ, നീ രോഗത്തിന് വന്നില്ലേലും ഞാൻ നിനക്ക് ആത്മാവിനെ തരാമെന്ന്. അപ്പൊ ആത്മാവ് അവർക്കും ലഭിച്ചു. അവര് പേരെഴുതിയവരിലുള്ളവരായിരുന്നു, എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. യോഗത്തിന് വന്നില്ല. അവർ പാളയത്തിൽ വച്ച് പ്രവചിച്ചു. എന്നിട്ടും അവര് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്നു. ഈ ചെറിയ ഒരു ബാല്യക്കാരൻ വന്നിട്ട് പോലീസിനെ പോലെ, ഇത് മറ്റേ യോഗത്തിന് വരാത്തവർക്ക് എങ്ങനെ അഭിഷേകം ലഭിച്ചു? അവര് മോശ അടുത്ത് പോയി പറഞ്ഞു, കണ്ടോ അവര് കണ്ടോ യോഗത്തിന് വരാതെ അഭിഷേകം പ്രാപിച്ച് അവിടെ ഇരുന്നോട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയെന്ന് മോശയോട് വന്ന് കുറ്റം പറഞ്ഞു. അപ്പൊ മോശ എന്താ പറഞ്ഞേ? മോശ അവരോട് പറഞ്ഞ ഉത്തരം, എന്നെ ഓർത്തിട്ട് നിങ്ങൾ അസൂയപ്പെടുന്നു. അഭിഷക്തദാസനായ മോശയെ ഓർത്തിട്ട്, അയ്യോ മോശ കൈവെക്കാതെ കൊണ്ട് അവിടെ കുറച്ചു പേർക്ക് ആത്മാവ് ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെട്ടിരിക്കുന്നുവോ? അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മോശയുടെ ആഗ്രഹം കണ്ടോ, മോശയ്ക്ക് ഇതിന്റെ തലപ്പത്ത് ആളായിരിക്കാനല്ല ആഗ്രഹം, സകല ജനത്തിന്റെ മേലും കർത്താവ് ആത്മാവിനെ അയച്ച് അവരെല്ലാം ഒന്ന് പ്രവചിച്ചിരുന്നേ കൊള്ളായിരുന്നല്ലോ. കണ്ടോ, അന്ന് മോശ പ്രകടിപ്പിച്ച ആ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് കർത്താവ് പെന്തക്കോസ്ത് നാളിൽ നിവർത്തിച്ചത്. സകല ജഡത്തിന്റെ മേലും ഞാൻ ആത്മാവിനെ പകരും, നിങ്ങളുടെ മക്കളെല്ലാം പ്രവചിക്കും. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, സഭയെ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രവചിച്ചെങ്കിലെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, അപ്പൊ പ്രവചന വരം സകല വിശ്വാസികൾക്കുമുള്ള അവകാശമാണ്. നിങ്ങൾ പ്രവചന വരത്തിലൊന്നും ഇതുവരെ നീങ്ങിയിട്ടില്ലായിരിക്കും, പക്ഷെ ഇന്ന് കേൾക്കുക, നിങ്ങൾക്കും ദൈവം പ്രവചന വരം തരുവാൻ ആഗ്രഹിക്കുന്നു. സകല വ്യക്തികൾക്കും പ്രവചിക്കുവാൻ കഴിയും. സകല വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, ആത്മസ്നാനം പ്രാപിച്ച വിശ്വാസികൾ. സഹോദരിമാർക്കും പ്രവചിക്കുവാൻ കഴിയും. 1 കൊരിന്ത്യർ 11 എടുത്തേ 3 മുതൽ 5. 1 കൊരിന്ത്യർ 11 3 മുതൽ 5. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. എല്ലാരും മനസ്സിൽ വെച്ചോണേ അത്. ക്രിസ്തുവിന്റെ തല ദൈവം. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാർ തലയെ അപമാനിക്കുന്നു. എന്നാ മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും. അപ്പൊ ഒന്നാമതായിട്ട് ഇപ്പം ചിന്തിച്ച്, സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാം? പ്രാർത്ഥിക്കാം, പ്രവചിക്കാം. സ്ത്രീകൾക്ക് പ്രവചിച്ചൂടെ? പക്ഷെ എന്ത് ചെയ്യണം? മൂടുപടം ഇട്ടുകൊണ്ട് ചെയ്യണം. അതിന്റെ കാരണം എന്താ? 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടയിടം ഇടേണ്ടതില്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായോ? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, പുരുഷൻ ക്രിസ്തുവിന്റെ തേജസ്സാകുന്നു, സ്ത്രീ പുരുഷന്റെ തേജസ്സാകുന്നു. സഭ ഒന്നിച്ചുകൂടി ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യണം? പുരുഷന്റെ, മനുഷ്യന്റെ തേജസ് മറയ്ക്കണം, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തണം. ഇതൊരു തത്വമാണ്. അത് നമ്മൾ ഒരു അടയാള സൂചകമായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ്? പുരുഷന്മാര് തല മറക്കരുത്, സ്ത്രീകൾ തല മറയ്ക്കണം. പക്ഷെ അന്തർലീനമായ ആത്മീയ തത്വം എന്താണ്? മനുഷ്യൻ പുകഴ്ച എടുക്കരുത് ദൈവസന്നിധിയിൽ. ആരാധന യോഗത്തിൽ ഒരു മനുഷ്യനും പുകഴ്ചയില്ല. മനുഷ്യന്റെ തേജസ്സൊക്കെ മറച്ചു വെക്കണം, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തണം. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന പുരോഹിതന്റെ തലയിൽ ഒരു തൊപ്പി, ദൈവ തേജസ് മറച്ചു വെച്ചു. പല സഹോദരിമാരും ഇത് തലയിൽ ഇടത്തു, മനുഷ്യന്റെ. ഇനി ഇതൊക്കെ ഇട്ടാലും പലയിടത്തും ദൈവതേജസ്സൊക്കെ മറച്ചു വെച്ചിട്ട് മനുഷ്യനാണ് ആളായിട്ട് നിൽക്കുന്നത്, അല്ലെ? അപ്പൊ അത് വേറൊരു വിഷയമാണ്, അതിലോട്ട് കിടക്കുന്നില്ല. എന്നാലും അവിടെ കണ്ടോ, സ്ത്രീകൾക്കും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യാം. സകല ജഡത്തിനും എല്ലാവർക്കും പ്രവചിക്കുവാനുള്ള സമയം കടന്നു വന്നിരിക്കുന്നു. എന്നാ നമ്മളിപ്പോ എടുത്തു വായിക്കുന്നില്ല. 1 തിമോത്തി 2:12 അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇതേ അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഉപദേശിക്കാൻ സ്ത്രീകൾ തയ്യാറാവരുത്, അത് ഞാൻ അനുവദിക്കുന്നില്ല. സഭയിലെ സ്ത്രീകൾ എഴുന്നേറ്റ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി വരുന്ന സഭായോഗത്തിൽ പ്രസംഗിക്കുവാൻ, ഉപദേശിക്കുവാൻ, ആധികാരികമായിട്ട് വചനം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. പക്ഷെ ഇപ്പൊ പ്രവചിക്കാമല്ലോ. പ്രവചിക്കാം. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്രവചന വരം എന്ന് പറഞ്ഞാൽ പ്രസംഗ വരമല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ചില കൂട്ടരുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രവചനമൊക്കെ നിന്നുപോയി വിരാമവാദം പ്രസംഗിക്കുന്നവരൊക്കെ പറയാറുണ്ട്, പ്രവചനം എന്ന് പറഞ്ഞാല് വളരെ ശക്തമായിട്ട് വചനം പ്രസംഗിക്കുന്ന അതല്ല പ്രവചന വരം. വചനവും പ്രവചനമായിട്ട് മാറാം, അത് വേറെ കാര്യം. പക്ഷെ പ്രവചന വരം എന്ന് പറഞ്ഞാൽ പ്രസംഗവരമല്ല. കാരണം പ്രസംഗവരമായിരുന്നെങ്കിൽ സഹോദരിമാർക്ക് പറ്റത്തില്ല, അല്ലേ? സഭ ഒന്നിച്ചുകൂടി വരുമ്പോൾ അവരുടെ സഹോദരി സമാജത്തിൽ പറ്റും. അത് തീത്തോസിന്റെ ലേഖനം 2 വായിച്ചാൽ മതി. സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന അമ്മമാർക്ക് ഇളയ സഹോദരിമാരോട് വലിയൊരു ദൗത്യമുണ്ട്. തീത്തോസിന്റെ ലേഖനം 2 വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങളോടെ ഒരു 7 കാര്യം പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ സ്ത്രീകൾ തന്നെ ശിഷ്യത്വത്തിൽ വളർത്തണം. ആ പ്രസംഗത്തെ കുറിച്ചല്ല. സഭ ഒന്നിച്ചുകൂടി വരുമ്പോൾ, പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടെ കൂടി വരുമ്പോൾ, ഔദ്യോഗികമായ സഭയുടെ യോഗങ്ങളിൽ സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ നിർവാഹമില്ല. അപ്പൊ പിന്നെ പ്രവചിക്കാം, സ്ത്രീകൾക്ക് പ്രവചിക്കാം എന്ന് പറയുമ്പോ എങ്ങനെ? അതിന്റെ അർത്ഥം പ്രവചനം പ്രസംഗമല്ല. അപ്പൊ എന്തുവാ പ്രവചനം? ഒന്നാമത്തെ പാഠം ഇതാണ്, എല്ലാ വിശ്വാസികൾക്കും പ്രവചിക്കാം, പക്ഷെ ആ പ്രവചനം പ്രസംഗമല്ല. അപ്പൊ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കാം. എന്താണ് പ്രവചന വരം? ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രവചന വരത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, പ്രവാചക നിയോഗത്തെ കുറിച്ചല്ല. എഫീഷ്യ ലേഖനം 4:11 5 തരത്തിലുള്ള ശുശ്രൂഷക്കാരെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകന്മാർ. അത് നിയോഗമാണ്, ഇത് വരമാണ്, ഗിഫ്റ്റ്. ഈ വരം എല്ലാ വിശ്വാസികൾക്കും തുറന്നിട്ട് കിടക്കുന്ന ഒരു വരമാണ്. ആർക്കും പ്രവചിക്കാം. നിങ്ങൾ എല്ലാവരും പ്രവചിച്ചെങ്കിൽ എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആ പ്രവാചക നിയോഗം വേറെയാണ്. അതൊരു പൂർണ്ണസമയ ശുശ്രൂഷന് കൊടുക്കുന്ന ഒരു വിളിയാണ്. ഇതിപ്പോ നമ്മളെല്ലാവരും പൂർണ്ണസമയ ശുശ്രൂഷകരൊന്നുമല്ല, അത് വേറെ. പ്രവാചക നിയോഗം വേറെ. അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. ഈ പ്രവചന വരം എന്താണ്? 1 കൊരിന്ത്യർ 12:10 ഈ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് കൂട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മറ്റൊരുത്തന് പ്രവചന വരം. എന്താണ് ഈ പ്രവചന വരം? അത് മനസ്സിലാക്കണമെങ്കിൽ 13:2 1 കൊരിന്ത്യർ 13:2 അവിടെ അതിശയോക്തിയോടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണേലും അതില് പ്രവചന വരത്തിന്റെ നിർവചനം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, 1 കൊരിന്ത്യർ 13:2 എനിക്ക് പ്രവചന വരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും കണ്ടോ? അപ്പൊ പ്രവചന വരത്തിൽ അങ്ങ് ഞാൻ വലിയ ശക്തനായി, എനിക്ക് സ്നേഹമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലെന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. പക്ഷെ അവിടെ കണ്ടോ പ്രവചനത്തിന്റെ നിർവചനം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ്? മർമ്മങ്ങളും ജ്ഞാനവും ലഭിക്കുക. എന്താ ഈ മർമ്മം? ശരീരത്തിലുള്ള, അല്ലേ? അതല്ല, അല്ലെ? പുതിയ നിയമത്തിലെ മർമ്മം എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പാടുകളിലൂടെ മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു രഹസ്യം.
അത് ഒരുപാട് പുതിയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സഭ ഒരു മർമ്മമാണ്. യഹൂദനും ജാതീയനും ഒരേപോലെ അംഗമായിരിക്കുന്ന ദൈവസഭ ഒരു മർമ്മമാണ്. എഫീഷ്യർ 3 അത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള മർമ്മ സത്യങ്ങൾ, ഉപദേശങ്ങൾ പുതിയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തി എത്തുന്നുണ്ട്. പക്ഷെ പൊതുവായിട്ട് നമുക്ക് മർമ്മത്തെ എന്തെന്ന് പറയാം? വെളിപ്പാടിലൂടെ മാത്രം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ഒരു രഹസ്യം. അപ്പൊ രഹസ്യം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നിഗൂഢമായ കാര്യം എന്ന് മാത്രമല്ല, നമുക്ക് വെളിപ്പാടിലൂടെ മാത്രം അറിയാവുന്ന ഒരു കാര്യം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് ലഭിച്ചാൽ മാത്രം എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു ജ്ഞാനം, ദൈവിക വെളിപ്പാട് ലഭിക്കുക, അതെന്നിട്ട് പ്രഘോഷിപ്പിക്കുക, അറിയിക്കുക, അതാണ് പ്രവചനം. ദൈവിക വെളിപ്പാടിലൂടെ മാത്രം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ അന്യന് വേണ്ടി അത് പ്രസ്താവിക്കുമ്പോൾ അതെന്തായി? പ്രവചനവരം. പരിശുദ്ധാത്മാവിലൂടെ ആ വെളിപ്പാട് എനിക്ക് ലഭിച്ചു. വെളിപ്പാടിലൂടെ മാത്രം അറിയാവുന്ന ഒരു കാര്യം. 14:26 1 കൊരിന്ത്യർ 14:26. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, സങ്കീർത്തനം, ഉപദേശം, വെളിപ്പാട്, അന്യഭാഷ, വ്യാഖ്യാനം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സഭായോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 14 എന്തിനെ കുറിച്ചുള്ള അധ്യായമാണ്? ഏത് 2 വരങ്ങളെ കുറിച്ചുള്ള അധ്യായം? 1 കൊരിന്ത്യർ 14. ആർക്കും അറിഞ്ഞൂടാ 1 കൊരിന്ത്യർ 14 എന്തിനെ കുറിച്ചുള്ള അധ്യായമാണ്? അന്യഭാഷയെ കുറിച്ചും പ്രവചനവരത്തെ കുറിച്ചുമുള്ള അധ്യായമാണ്. സഭായോഗത്തിൽ ഈ 2 വരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പൊ നിങ്ങൾ വായിച്ച ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. അന്യഭാഷയുമുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. പ്രവചനമുണ്ടോ ആ വാക്യത്തിൽ? 1 കൊരിന്ത്യർ 14:26 വാക്യത്തിൽ പ്രവചനമുണ്ടോ? നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ? സങ്കീർത്തന, പാട്ട് പാടലുണ്ട്, ഉപദേശം. ഇപ്പൊ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശം, വചനം എടുത്ത് അതിലെ ഉപദേശ സത്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. വെളിപ്പാട്, അന്യഭാഷ, പിന്നെ അന്യഭാഷയുടെ വ്യാഖ്യാനം. അപ്പൊ പിന്നെ പ്രവചനോടെ പോയി. നിങ്ങൾ എല്ലാവരും പ്രവചിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രവചനം വിട്ടോ? അല്ല, പ്രവചനത്തിന് പകരമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട്. സങ്കീർത്തനം പുസ്തകം നോക്കി പാടാം, ഉപദേശം പുസ്തകം നോക്കി പറയാം, അന്യഭാഷ ദൈവം തരുന്നു, അതിന്റെ വ്യാഖ്യാനവും ദൈവം തരുന്നു. പിന്നെന്തുവായി? വെളിപ്പാട്. അതാണ് പ്രവചനവരം. പ്രവചനവരത്തിന് വേറൊരു പേരായി വെളിപ്പാട്. വെളിപ്പാട് പക്ഷേ എന്തെങ്കിലും ഒരു രഹസ്യമായ ഒരു കാര്യം എനിക്ക് അല്ലാതെ ഒരു രീതിയിലും അറിയുവാൻ കഴിയുന്നില്ല. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കും പറയാം. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം 27-28 ഒരു പ്രവചന വരം കടന്നു വന്ന കാര്യം അപ്പോസ്തല പ്രവർത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 11:27-28. പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് കടന്നു വന്നു. അഗബോസ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ ലോകത്തിലൊക്കെയും മഹാക്ഷാമം വരാൻ പോകുന്നെന്ന് ആത്മാവിനാൽ അവന് വെളിപ്പെട്ട് അവൻ പ്രവചിച്ചു. പിന്നീട് ക്ലൗദിയോസ് എന്ന് പറയുന്ന റോമാ ചക്രവർത്തിയുടെ കാലത്ത് അത് സംഭവിച്ചു. കേട്ടോ, ഇത് എങ്ങനെ അറിയാൻ പറ്റും? കുറച്ച് നാള് കഴിയുമ്പോൾ ഒരു മഹാക്ഷാമം ലോകമെമ്പാടും കടന്നു വരാൻ പറ്റുന്നത് നമുക്ക് ആർക്കെങ്കിലും ഊഹിച്ചു പറയാൻ പറ്റും? ഇല്ല. ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് പറഞ്ഞപ്പോൾ എന്തായി? അത് പ്രവചനപരമായി. ഇനി ഭാവിയെ സംബന്ധിക്കുന്ന രഹസ്യ കാര്യങ്ങൾ മാത്രമല്ല. 1 കൊരിന്ത്യർ 14:24-25 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14:24-25. എല്ലാവരും പ്രവചിക്കണമെന്ന് പൗലോസ് നേരത്തെ പറഞ്ഞു. എല്ലാവരും പ്രവചിച്ചാൽ എന്ത് സംഭവിക്കും? അവിശ്വാസിയോ വരമില്ലാത്തവനോ കടന്നു വന്നാൽ എല്ലാവരുടെയും പ്രവചന വരത്തിനാൽ അവന് പാപബോധം വരും. അതെങ്ങനെ വരും? തുറന്നു വായിച്ചേ. വിവേചിക്കപ്പെടും. പറഞ്ഞു, തുറന്നു വായിച്ചാട്ടെ. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. കണ്ടോ, മതി വായിച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രവചിക്കുമ്പോ എന്ത് സംഭവിക്കും? അവിശ്വാസിയോ വരമില്ലാത്തവനോ ആരോ ആകട്ടെ, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവന്റെ എല്ലാ കപടതയുടെ മാസ്ക് ഒക്കെ ഊരി അവനെ അങ്ങോട്ട് വിവേചിക്കും. അവന്റെ രഹസ്യ പാപങ്ങളൊക്കെ പുറത്തിറങ്ങി.
അപ്പൊ രഹസ്യം വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഭാവി സംബന്ധമായ കാര്യം മാത്രമല്ല, മൂടി വെച്ചിരിക്കുന്ന പാപവും പുറത്തു വരും. ശരിക്കുള്ള പ്രവചനമാണെങ്കിൽ ഇന്നീ മറ്റേതേ ഉള്ളൂ, ഭാവി പറച്ചിൽ മാത്രം, അല്ലെ? ഭവിഷ്യവാണി അത് മാത്രമല്ല, ഇതുമുണ്ട്. ഒന്നും മറഞ്ഞിരിക്കില്ല, രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ ഏതുമാകട്ടെ, എങ്ങനെയുള്ള രഹസ്യമാകട്ടെ, ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പാപമാകാം, നമുക്കറിയാൻ പറ്റാത്ത ഭാവി വിഷയമാകാം, വെളിപ്പാടിലൂടെ മാത്രം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ, അത് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അത് പ്രവചനപരമാണ്. ഇവിടെ 3 കാര്യങ്ങളുണ്ട്, 3 ഭാഗങ്ങളുണ്ട് പ്രവചനത്തിൽ. ഒന്ന് വെളിപ്പാട്, ദൈവം നൽകുന്ന വെളിപ്പാട്. പിന്നെ ആ വെളിപ്പാടിന്റെ വ്യാഖ്യാനം, എന്തുവാ ഇതിന്റെ അർത്ഥം. പിന്നെ മൂന്നാമതായിട്ട് ഇതെങ്ങനെ പറയണം, അതിന്റെ ഭാഷ. ഏത് പ്രവചനവുമാകട്ടെ, പ്രവചനപരമാകട്ടെ, പ്രവാചകനാകട്ടെ, തിരുവെഴുത്തുകൾ എഴുതിയ പ്രവചനമാകട്ടെ, എല്ലാത്തിലും ഈ 3 ഭാഗങ്ങളുണ്ട്. വെളിപ്പാട്, ആ വെളിപ്പാടിന്റെ വ്യാഖ്യാനം, എന്താ ഈ വെളിപ്പാടിന്റെ അർത്ഥം. മൂന്നാമത് ഇതെങ്ങനെ പറയണം, എന്ത് ഭാഷ ഉപയോഗിക്കണം, അതെങ്ങനെ രചിക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വരുന്ന പാഠങ്ങളിൽ കൂടുതൽ പഠിക്കാം. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. എല്ലാവർക്കും പ്രവചിക്കാം. എന്താ പ്രവചനം? ദൈവിക വെളിപ്പാടിലൂടെ നമ്മളൊരു രഹസ്യകാര്യം മനസ്സിലാക്കി, അത് ഭാവിയെ സംബന്ധിച്ചാകാം, പാപത്തെ സംബന്ധിച്ചാകാം, എന്നിട്ട് അത് നമ്മൾ അന്യരോട് പ്രസ്താവിക്കുമ്പോൾ അത് പ്രവചനപരമായി മാറും. എന്താ പ്രവചനപരത്തിന്റെ ഉദ്ദേശം? അതാണ് മൂന്നാമത്തെ പാഠം. അതിനായിട്ട് 1 കൊരിന്ത്യർ 14:3 വായിക്കാം. എന്താണ് ഈ പ്രവചനപരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷ മനുഷ്യരോടല്ല, ദൈവത്തോടാകുന്നു, അല്ലെ? അത് പിന്നീട് ഒരു താഴോത്തുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പാട്ടാകാം, പ്രാർത്ഥനയാകാം, സ്തോത്രമാകാം. 3 കാര്യങ്ങളാണ് അന്യഭാഷ. ദൈവത്തോടുള്ള പാട്ടാകാം, പ്രാർത്ഥനയാകാം, സ്തോത്രമാകാം. എന്നാൽ പ്രവചനം ദൈവത്തോടല്ല, മനുഷ്യരോടാകുന്നു. ദൈവത്തിൽ നിന്നുള്ള വെളിപാട് പ്രാപിച്ച് മനുഷ്യരോട് നമ്മൾ പറയുന്നു. പക്ഷെ ഇതിന്റെ ഉദ്ദേശം 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആത്മീക വർധന, പ്രബോധനം, ആശ്വാസം. ഈ 3 കാര്യങ്ങൾ ശരിക്കും ഒരു പ്രവചനപരം ഒരു യോഗത്തിൽ വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഈ 3 കാര്യം സംഭവിച്ചിരിക്കണം. ആത്മീക വർധന, പ്രബോധനം, ആശ്വാസം. എന്താ ഇതിന്റെ അർത്ഥം? ആത്മീക വർധന ഞാൻ പലപ്പോഴും ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മീക വർധന എന്ന് പറഞ്ഞ ഈ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മേസ്ത്രി പണിന്ന് വരുന്നതാണ്. ഒരു അടിസ്ഥാനം കെട്ടിയിട്ടേച്ച് അതിന്റെ മേളിലോട്ട് കെട്ടിടം പണിയുന്ന ആ പ്രവൃത്തിക്ക് പറയുന്ന ആ വാക്ക് കടമെടുത്തുകൊണ്ടാണ്, അതിന്റെ ഒരു ആത്മീയ അർത്ഥത്തിലാണ് പൗലോസ് ഈ ആത്മീക വർധന എന്നുള്ള യവന ഭാഷയിലെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കെട്ടിടം പണിയുക. അടിസ്ഥാനം കെട്ടിയിട്ടാ പോരല്ലോ, കെട്ടിടം പണിയണ്ടേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വന്നു. ഇനി എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന തലയോളം വളരണം. ആ വളർച്ച ഉളവാക്കുന്ന എല്ലാ പ്രവൃത്തിക്കും പറയുന്ന പേരാണ് ആത്മീക വർധന. അല്ലാതെ വിനോദമല്ല. ആത്മീക വിനോദമാണ് ഇന്ന് പലയിടത്തും നടക്കുന്നത്. എന്റെ ചേട്ടത്തിനൊക്കെ ഒരു ഇച്ചിരി സുഖമൊക്കെ വന്നു. ആത്മീക വർധന എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോളം വളരണം, അല്ലെ? ക്രിസ്തുവിനോട് അനുരൂപരാക്കണം നമ്മളെ. അതിനുതകുന്ന എന്ത് ശുശ്രൂഷയും ആത്മീക വർധന ഉളവാക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മുടെ കണ്ണുകളൊക്കെ ക്രിസ്തുവിലോട്ട് തിരിയണം. ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്ന തലയോ എന്താണ്, ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ്, ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്ന ഒരു ശുശ്രൂഷയായിരിക്കണം ആത്മീക വർധന ഉളവാക്കുന്ന ശുശ്രൂഷ, അല്ലെ? അപ്പൊ എന്നിട്ട് പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. നിങ്ങൾക്ക് ബോധം വരണം, അല്ലെ? പ്രബോധനം. ഉറങ്ങിയിരിക്കുന്ന, മയങ്ങിയിരിക്കുന്ന വിശ്വാസികൾക്ക് സുബോധം പകർന്നു കൊടുക്കുകയാണ്. ആ ഉണർന്നേ തട്ടി ഉണർത്തുകയാണ്, അല്ലെ? നമ്മൾ ചിലരൊക്കെ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ നേരം പിള്ളേർ പുസ്തകം തുറന്ന ഉറക്കം വന്നു, അല്ലെ? അതുവരെ ഉറക്കമില്ല. എന്നാ ക്രിക്കറ്റ് കാണുമ്പോഴോ പുറത്തു പോകുമ്പോഴോ ഹോട്ടലിൽ കഴിക്കാൻ പോകുമ്പോഴോ ഒന്നും ഉറക്കം വരാറില്ല, അല്ലെ? സുബോധം. പഠിക്കാൻ ഇരിക്കുമ്പോൾ മാത്രം പോകും, അല്ലെ? യോഗത്തിന് ഒന്ന് പ്രസംഗിക്കാൻ ഇരിക്കുമ്പം എന്താ ഉറക്കം, 8 മണിക്കൂർ ഉറങ്ങിയിട്ട് വന്നതാ, പക്ഷെ കണ്ണ് തുറക്കാൻ വയ്യ, അല്ലേ? അതാണ് പ്രശ്നം. അപ്പൊ സുബോധം, അല്ലെ? നേരത്തെ നമ്മൾ പ്രബോധനം കേട്ടു. എന്താ പ്രബോധനം? ബുദ്ധി ഉപദേശിച്ച് തരികയായിരുന്നു ദൈവം, അല്ലെ? കർത്താവിലേക്ക് നോക്കണം, കർത്താവിനെ അന്വേഷിക്കണം, അതിന് തടസ്സമൊന്നുമില്ല, കടന്നു വാ, അല്ലെ? അപ്പൊ നമുക്കൊരു ബുദ്ധി പറഞ്ഞു തരികയാണ് എന്ത് ചെയ്യണം ജീവിതത്തിൽ എന്നുള്ളത്. പ്രവചനപരവും അത് തന്നെയാണ് ചെയ്യുന്നത്, പ്രബോധനം. ഇനി മൂന്നാമത്തേതാണ് ആശ്വാസം, അല്ലെ? നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളെയും ചൊല്ലി നമ്മൾ പലപ്പോഴും ദുഃഖിച്ചിരിക്കാറുണ്ട്.
മാനസിക ക്ലേശത്തിൽ പിരിമുറുക്കത്തിൽ പോകാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഈ ഭാവി സംബന്ധമായി ഇതെന്തോ ആയി തീരുമോ എന്തോ. അപ്പൊ പ്രവചനവരം കടന്നു വന്നിട്ട് എന്ത് പറയും? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പൊ എന്ത് കിട്ടും? ആശ്വാസം കിട്ടും അല്ലെ? അപ്പൊ ശരിക്കുള്ള ഒരു പ്രവചനവരം പ്രവർത്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കണം. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആത്മീകത പകർന്നു നൽകുന്ന ഒരു ദൂതുണ്ടായിരിക്കണം അതില്. നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന് ലോകത്തിന്റെ മയക്കത്തിൽ നിന്ന് നിങ്ങളെ ഉണർത്തണം. 3-ാമതായിട്ട് ആശ്വാസം പകർന്നു നൽകണം, ധൈര്യം പകർന്നു നൽകണം. ഏത് സാഹചര്യത്തിൽ ഞാൻ ദൈവത്തിൽ തന്നെ പിടിച്ചു നിൽക്കുമെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ധൈര്യവും സന്തോഷവും സന്നദ്ധതയും ഉളവാക്കുന്ന ഒരു ദൈവിക ആശ്വാസം കടന്നു വരണം. എന്നാ ഒരു കാര്യം കൂടെ പറഞ്ഞു വരട്ടെ. ശിക്ഷാവിധി, കുറ്റബോധം, നിരുത്സാഹപ്പെടുത്തുക, ഇതൊന്നും പ്രവചനവരത്തിന്റെ ലക്ഷ്യമല്ല. നിങ്ങൾ എവിടെങ്കിലും പോയി ആരെങ്കിലും നിങ്ങളോട് പ്രവചിച്ചപ്പോൾ ഇതൊക്കെ ഉളവായെങ്കിൽ അത് ശരിയായ പ്രവചനവരം അല്ല. ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഒരു പാപത്തെ ചൊല്ലി ഒരു മുന്നറിയിപ്പ് അറിയിക്കുകയായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു രഹസ്യ പാപം വെളിപ്പെടുത്തി നിങ്ങളോട് മാനസാന്തരം പറയുകയാണെങ്കിൽ പോലും പ്രവചനവരം ഈ 3 ഉളവാക്കണം. ആത്മീക വർധന, ആശ്വാസവും പ്രബോധനം. അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ താഴ്ത്തി, അത് പ്രവചനവരമല്ല. അത് പ്രവാചകന്റെ ജഡമാണ് അല്ലെ? പല പ്രവാചകന്മാർക്കും നല്ല ജഡമുണ്ട്. അവര് പ്രവചനവരം വെച്ച് ആള് കളിക്കുകയാണ് അല്ലെ? ഞാൻ ഒരു പ്രവാചകനായിട്ട് പിന്നെ എനിക്ക് എന്ത് നിങ്ങളോട് പറയാം? അങ്ങനെ ആളാവുന്ന പ്രവാചകന്റെ പ്രവചനവും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഈ 3 ഉളവാകണം: ആത്മീക വർധനവ്, പ്രബോധനം, ആശ്വാസം. ഇതാണ് പ്രവചനവരത്തിന്റെ ഉദ്ദേശം. അപ്പൊ 4-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ഇത്ര അധികം ആത്മീക വർധന ഉളവാക്കുവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ആത്മീക വരമായിട്ട് പ്രവചനമുള്ളത് കൊണ്ട് എല്ലാവരും ഈ വരം വാഞ്ചിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രവചിച്ചെങ്കിലും ഇച്ഛിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. ഈ വരം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വാഞ്ചിക്കണം. അത് അപ്പോസ്തലന്റെ ഉപദേശമാണ്. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14:4. അന്യഭാഷ സംസാരിച്ചാൽ എനിക്ക് ആത്മീക വർധനം ഉണ്ടാവുകയാണ്. ഞാന് എന്റെ മനസ്സ് കൊണ്ടല്ല, മനസ്സിനെ മാറ്റി നിർത്തി എന്റെ ആത്മാവും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഞാൻ കൂട്ടായ്മ ആചരിച്ച് എനിക്ക് ആത്മീക വർധനം ഉണ്ടാവുകയാണ്. അതാണ് അന്യഭാഷ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നത്, അനുഭൂതി കടന്നു വരുന്നത്. കാരണം മനസ്സിനെ മാറ്റി നിർത്തി, എന്റെ മനസ്സിന്റെ ശാരീരികവും മാനസികവും ഭാഷാപരമായുള്ള എല്ലാ പരിമിതികളെയും മാറ്റി വെച്ച് എനിക്ക് ദൈവമായിട്ട് ചെയ്യാൻ കഴിയുന്നു. അതാണ് അന്യഭാഷയുടെ ഗുണം. അപ്പൊ അവന് തന്നെ ആത്മീക വർധന ഉണ്ടാവുന്നു. എന്നാൽ തുടർന്ന് വായിച്ചാട്ടെ. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. നിന്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ആത്മീക വരമാണ് പ്രവചനവരം. അതുകൊണ്ട് എന്ത് ചെയ്യണം? 1-ാമത്തെ വാക്യം, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. കേട്ടോ, ഇത് അപ്പോസ്തലന്റെ കൽപ്പനയാണ്. ആത്മീക വരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാഞ്ചയുള്ളവരായിരിക്കണം, പക്ഷെ വിശേഷാൽ പ്രവചനവരത്തിനായി. നമ്മൾ ഇതൊക്കെ പ്രവാചകന് കൊടുത്തിട്ട് അടങ്ങിയിരിക്കാൻ അല്ലല്ല, എല്ലാവരും വാഞ്ചിക്കണം. കർത്താവേ, എനിക്ക് പ്രവചനവരം നൽകണമേ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര പേര് സഭായോഗത്തിന് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ പ്രവചനവരം തരണമേ, എനിക്ക് ആരെങ്കിലും ഒരു സഹോദരനെയോ സഹോദരിയോ ഒന്ന് ആശ്വസിപ്പിക്കണം, ഒന്ന് ബലപ്പെടുത്തണം, ഒരു ആത്മീക വർധന ഉളവാക്കുന്ന എന്തെങ്കിലും ഒന്ന് അവനോട് പറയണം. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ പ്രവചനവരണം തരണേന്ന്? അത് വരമൊക്കെ ദൈവമല്ലേ തരുന്നേ, വരം ദൈവമാണ് തരുന്നത്. പക്ഷെ പ്രാർത്ഥിക്കണം, വാഞ്ചിക്കണം അല്ലെ? അത് 1-ാമത്തെ വാക്യം. 39-ാമത്തെ വാക്യം ഈ അധ്യായം അവസാനിക്കുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു നിർത്തുന്നു. നോക്കിയേ, 39-ാമത്തെ വാക്യം. മതി കേട്ടോ, പ്രവചനവരം വാഞ്ചിപ്പീൻ സഹോദരന്മാർ. അപ്പോസ്തലൻ ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഉപസംഹാരം ഇത്രയേ ഉള്ളൂ: പ്രവചനവരം വാഞ്ചിപ്പീൻ. നിങ്ങൾ എല്ലാവരും വാഞ്ചിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പ്രവചനവരം വാഞ്ചിക്കേണ്ടത്? സഭയെ അത് ആത്മീക വർധന ഉളവാക്കുന്ന ഏറ്റവും പ്രയോജനമുള്ള കൃപാവരമാണ്. നിങ്ങൾ എല്ലാവരും അന്യഭാഷയ്ക്ക് വേണ്ടി എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചു, എത്ര ഉപവസിച്ചു? ഇവിടെ അപ്പോസ്തലൻ അതിനേക്കാളും നിങ്ങൾ വാഞ്ചിക്കേണ്ടത് എന്താണ്? എന്റെ സഹോദരന് നന്മ വരുന്ന കൃപാവരം. ഇന്ന് നമുക്ക് അനുഭൂതി തരുന്ന വരം മതി, അന്യം പോയി തൊലയട്ടെ
അങ്ങനല്ല. ദൈവസഭയിൽ അന്യന് ഗുണമുള്ള ഏറ്റവും പ്രയോജനമുള്ള ആത്മീകവരം ഏതാണോ അതിനു വേണ്ടിയിട്ടാകണം നമ്മൾ വാഞ്ചിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമോ? പ്രവചനവരം തരണം കർത്താവിന്. ഇവിടെ നിന്ന് പ്രബോധിക്കാൻ കടന്നു വരുന്ന സഹോദരന്മാരുണ്ടല്ലോ, സങ്കീർത്തനം എടുത്തു വെച്ച് നിങ്ങൾ ചുമ്മാ സങ്കീർത്തനത്തിന്റെ ഇതാരെഴുതി, ഇത് എന്ന് എഴുതി, എപ്പോ എഴുതി എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തായിട്ട് കർത്താവെ ഒരു പ്രവചനവരം എനിക്ക് നൽകണം, ഇതിനൊരു ദൂത് എനിക്ക് ദൈവജനത്തോട് പകരണം കർത്താവെ. പ്രാർത്ഥിക്കാറുണ്ടോ? സഹോദരിമാർ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു പ്രവചനവരം തരണമേ. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കണം. നമുക്ക് സഭ പണിയലൊന്നും നമ്മുടെ വിഷയമേ അല്ല, അല്ലെ? സഭ പണിയ ഒരാളുണ്ടല്ലോ, കാശൊക്കെ കൊടുത്ത് ഒരാളെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരാളുടെ പ്രവൃത്തിയല്ല സഭ പണിയുക എന്ന് പറഞ്ഞാൽ. അതാണ് കൃപാവരങ്ങളുടെ പ്രസക്തി. കൃപാവരങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു ആളെ പിടിച്ച് പാസ്റ്ററാക്കിയാൽ മാത്രം പോരാ, സഭ മൊത്തം ഒരു ശരീരമാകണം. ഇപ്പൊ എന്റെ ശരീരത്തിൽ തലച്ചോറ് മാത്രം പ്രവർത്തിക്കുന്നു, കിഡ്നിയും കാലും എല്ലാം ബാക്കിയെല്ലാം കിടന്ന് ഉറങ്ങുക. നമ്മൾ എന്തോ പറയും? കോമേല, അല്ലെ? തലച്ചോറ് പറയുന്ന ഒന്നും കാലും കേൾക്കുന്നില്ല, കൈയും കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ചത്ത പോലെ കിടപ്പുണ്ട്. ഇന്ന് പല സഭകളും എന്താണ്? തലച്ചോറ് പാവം കിടന്ന് ഓടുന്നു. ശരീരം എല്ലാ യോഗത്തിലൊക്കെ വരുന്നുണ്ട്, ശരീരത്തിനകത്ത് തന്നെ കിഡ്നി ഇരിക്കുന്നു, പക്ഷെ ഒന്നും പ്രവർത്തിക്കാറില്ല, അല്ലെ? കോമേ കിടക്കുക. ശരീരമാണ് സഭ. എല്ലാവർക്കും ഒരു കൃപാവരമുണ്ട്, എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. നമ്മൾ ഒന്നിച്ച് ശരീരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ശക്തമായ ഒരു ശരീരമായി എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിൽക്കണേ കാലൊക്കെ ഉണരണം. ഈ സഭയിലെ കാലുകളൊക്കെ നിവർന്ന് നിൽക്കുന്നുണ്ടോ? കൈകളൊക്കെ നിവർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അതോ മുഴങ്കാലെല്ലാം കുഴഞ്ഞിരിക്കുകയാണോ? എല്ലാവരും വാഞ്ചിക്കേണ്ട കൃപാവരം പ്രവചനവരം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഇറങ്ങി എല്ലാവരുടെയും ഭാവി പറയാന്നല്ല, ദൈവം വെളിപ്പെടുത്തി തരുന്നത് പറയുക. കള്ളം പറയരുത് കേട്ടോ, വ്യാജം പറയാനുള്ള ലൈസൻസ് അല്ല ഇത്. ആത്മീക വർധന ഉളവാക്കുന്ന പ്രവചന വരത്തിനായിട്ട് എല്ലാവരും വാഞ്ചിക്കണം, സകലരും വാഞ്ചിക്കണം. ഇനി അഞ്ചാമത്തേത്, എന്താണ് ഫലം? പ്രവചന വരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആത്യന്തിക ഫലം എന്താണ്? 14-ന്റെ 24-ഉം 25-ഉം നമ്മൾ വായിച്ചു. അതൊന്നുകൂടെ ഒന്ന് വായിക്കാം. 14-ന്റെ 24-ഉം 25-ഉം. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ആത്യന്തികമായി പ്രവചനവരം എന്താ ഉളവാക്കുന്നതെന്ന് അറിയാമോ? എല്ലാ രഹസ്യ പാപങ്ങളെല്ലാം വെളിപ്പെടുത്തി ദൈവഭയവും ദൈവത്തിന്റെ ആരാധനയും ഉളവാക്കും. പ്രവചനവരം അത് പ്രവർത്തിച്ച് അതിന്റെ ഫലം കണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കണം? എല്ലാ രഹസ്യ പാപങ്ങളെല്ലാം വിവേചിച്ച് പുറത്തു വന്ന് ദൈവഭയം ഉളവായി ദൈവിക ആരാധന ഉളവാകണം. കണ്ടോ അവിടെ? അവൻ കവിണ്ണു വീണ് പറയും ഇവിടെ ദൈവമുണ്ടെന്നും ദൈവത്തെ അവൻ നമസ്കരിക്കും. ഇന്നത്തെ ഏത് പ്രവാചകങ്ങളൊക്കെ പോയാലാണ് ദൈവഭയം വളരുന്നത്? വളരെ വിരളമാണ് അങ്ങനത്തെ പ്രവാചകന്മാർ, അല്ലെ? നമുക്ക് പരിചയമുള്ളൊരു പ്രവാചകനുണ്ട്. പുള്ളി പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് തുടങ്ങുന്ന എങ്ങനെ അറിയാം? ഹല്ലേലൂയ കർത്താവേ, രഹസ്യ പാപങ്ങളെല്ലാം വെളിപ്പെട്ട് വരട്ടെ. പുള്ളിയുടെ പ്രാർത്ഥന തുടങ്ങുന്നതേ അങ്ങനെ. അപ്പോഴേ പലരുടെയും മുട്ടൊക്കെ ഇടിക്കും. പക്ഷെ അത് വചനപരമായ പ്രാർത്ഥനയാണ്. എല്ലാ രഹസ്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. പ്രവാചകൻ കടന്നു വന്നിട്ട് പാപം ചെയ്തവൻ അതുപോലെ ഇറങ്ങിപ്പോയാ അതെന്തോ ആകും, അല്ലേ? ദൈവം തന്റെ വെളിപ്പാട് നൽകുന്ന അഭിഷക്ത ദാസൻ കടന്നു വന്നിരിക്കുന്നു. ഇവിടെ നല്ല മിടുക്കനായിട്ട് ഇരുട്ടത്ത് രഹസ്യപാപം ചെയ്യുന്നവൻ അതുപോലെ വന്ന് അതുപോലെ ഇറങ്ങിപ്പോയി. അയ്യ, അതെന്ത് ദൈവം, അല്ലെ? ശരിക്കുള്ള പ്രവചന വരം ഉള്ളിടത്ത് ഒന്നും മറിഞ്ഞിരിക്കത്തില്ല. രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യപാപം നിങ്ങൾക്ക് പോലും ചിലപ്പോൾ അറിഞ്ഞൂടാത്ത രഹസ്യപാപം വരും. മറച്ചു വെക്കുന്ന പാപം മാത്രമല്ല, എനിക്ക് പോലും അറിഞ്ഞൂടാ ഇതായിരുന്നു എന്റെ പാപം, അതുപോലും വെളിപ്പെട്ട് വരും. എന്നിട്ട് കവിണ്ണ് വീണ് പറയും ഇവിടെ ശരിക്കും ദൈവമുണ്ട്, ദൈവത്തിന് മാത്രം വെളിപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഇവിടെ വെളിപ്പെട്ട് വരുന്നു. ഒരു മനുഷ്യനും അറിഞ്ഞൂടാത്ത പാപമൊക്കെ പുറത്തിറങ്ങി വരുന്നു. ദൈവഭയം കടന്നു വരുന്നു. ദൈവത്തെ കവിണ്ണ് വീണ് നമസ്കരിക്കുന്നു. ഇതാണ് ഒരു ദൈവസഭയെ സംഭവിക്കേണ്ടത്, അല്ലെ? നമ്മുടെയൊക്കെ ആഗ്രഹം ഇതല്ലേ? ദൈവസഭ, എന്റെ സഭയിൽ ഒരാൾ കടന്നു വന്നാൽ പറയണം ഇവിടെ ദൈവം ഉണ്ടെന്ന്. നമ്മൾ അതിനെന്താ ചെയ്യുന്ന? കുറെ ബഹളം അങ്ങോട്ട് വെക്കും. ബഹളമല്ല വെക്കണ്ടേ, എല്ലാരും പ്രവചനപരത്തിനായി വാഞ്ചിക്കുക.
ദൈവത്തിന്റെ മനസ്സ് പ്രസ്താവിക്കുന്ന അധരങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ദൈവിക വെളിപ്പാട് ശക്തമായി വ്യാപരിക്കുന്ന ഒരു യോഗമായിരിക്കണം ദൈവസഭയുടെ യോഗം. അവിടെ ഒരു ജഡീകം കടന്നു വന്നാൽ അവൻ മാനസാന്തരപ്പെട്ടിട്ടേ തിരിച്ചു പോകാൻ പാടും. അല്ല, അവൻ കൂടുതൽ ജഡത്തിലേക്ക് പിന്നെയും പോവുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ സഭയൊന്നും അല്ലായിരുന്നു, മതപരമായ ഏതോ യോഗമായിരുന്നു. അല്ലെ, പണ്ടൊക്കെ ഉള്ള അപ്പച്ചന്മാരുടെയൊക്കെ പിതാക്കന്മാരുടെയൊക്കെ കഥകൾ അങ്ങനെയല്ലേ? പാപം ചെയ്തിട്ട് സഭയിൽ കയറി വന്നു, അന്ന് മാനസാന്തരപ്പെട്ടു. നമ്മൾ ഉത്തർപ്രദേശിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കടന്നു പോകുമ്പോൾ ഇപ്പോഴവിടെ 50, 60 ഒക്കെ ആയ പല മിഷണറിമാരെ കാണുമ്പോഴും അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ നല്ല കഥകളാണ്. പാസ്റ്ററെ, ഞാനൊരു ഗുണ്ടയായിരുന്നു, ഞാനൊരു രാഷ്ട്രീയ പോരാളിയായിരുന്നു, ഒരാളെ കുത്താൻ പോകുന്ന വഴിക്ക് ഞാനൊരു യോഗത്തിൽ കയറിയിരുന്നു, പിന്നെ പോകേണ്ടി വന്നില്ല, അന്ന് മാനസാന്തരപ്പെട്ടു. അല്ലേ? എത്രയോ പ്രസംഗകരുടെയൊക്കെ നമ്മൾ പഴയ കാലത്തെ 50കളിലും 60കളിലും ഉള്ള പെന്തക്കോസ് യോഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പാപി ആ യോഗത്തിൽ കടന്നു വന്ന അന്ന് അവൻ മാനസാന്തരപ്പെട്ടിരിക്കുക, അല്ലാതെ അടുത്ത ദിവസം 10 ദിവസം കഴിഞ്ഞല്ല, അന്ന്. അവൻ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നിടത്ത് പാപം വാഴത്തില്ല. നിങ്ങൾക്ക് ആഴ്ചതോറും പാപം ചെയ്തേച്ച് വീണ്ടും കടന്നു വരാൻ വരുന്ന യോഗത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അത് ജഡീകന്മാരുടെ യോഗം, ആത്മീയന്മാരുടെ യോഗത്തിൽ തുടർന്നു പോകാൻ കഴിയത്തില്ല. ഇതാണ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14 വിഭാവനം ചെയ്യുന്ന സഭ. ഇതൊന്നും നമുക്ക് വേണ്ട, അതുകൊണ്ട് നമ്മളിതൊന്നും വേണ്ട. പാപത്തിലൊക്കെ നമുക്കും ജീവിക്കണം. അപ്പൊ ശരിക്കുള്ള പ്രവചനം വരെ ഇറങ്ങിയാലുണ്ടല്ലോ, നമ്മളൊന്നും ഇരിക്കത്തില്ല, ദൈവഭയം ഇറങ്ങും. ശരി, നമുക്ക് മുന്നോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ കൂടി 6ാമത്തെ പാഠം, എങ്ങനെ വേണം പ്രവചനപരം സഭയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എല്ലാവരും പ്രവചിച്ചാൽ കൊള്ളാമെന്നൊക്കെ അപ്പോസ്തലൻ പറഞ്ഞെങ്കിലും അതിനൊരു നിശ്ചിതമായ ഒരു ക്രമം വെച്ചിട്ടുണ്ട്, ഒരു ചിട്ട വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 14 29 മുതലുള്ള 33 വരെയുള്ള വാക്യങ്ങൾ. 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 2 or 3 പേര് സംസാരിച്ചാൽ മതി യോഗത്തില്. എല്ലാവർക്കും പ്രവചനപരം ഉണ്ടെങ്കിലും 2 or 3 പേർ എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ പൊതുവായുള്ള യോഗത്തിൽ 2 or 3 പേർ സംസാരിച്ചാൽ മതി. മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഇത് കണ്ടോ, പ്രസംഗ ശുശ്രൂഷയല്ല. എന്റെ പ്രസംഗം തീർന്നിട്ടേ അടുത്ത ആൾ പ്രസംഗിക്കാൻ ഇറങ്ങാറുള്ളൂ. പക്ഷെ ഇതങ്ങനല്ല, വെളിപ്പാടുള്ളവൻ സംസാരിക്കണം. കാരണം ഇത് മനുഷ്യനല്ല സംസാരിക്കുന്നത്. മനുഷ്യൻ സംസാരിക്കുകയാണെങ്കിൽ എന്റെ കഴിഞ്ഞിട്ട് പാസ്റ്റർ സംസാരിക്കുന്നത്, പാസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നു. ഇതങ്ങനല്ല, വെളിപ്പാട് ആർക്കാണോ അവൻ സംസാരിക്കും. കാരണം ദൈവമാണ് സംസാരിക്കുന്നത്, നമ്മൾ വെറും മൈക്ക, നമ്മൾ വെറും ഒരു ഉപകരണം. അതുകൊണ്ട് വെളിപ്പാട് ആർക്കാണോ അവൻ സംസാരിക്കണം, മറ്റോ മിണ്ടായിരിക്കണം. എല്ലാം ചന്ത ഉചിതമായിട്ട് ഓർഡറിൽ ചെയ്യണം, അല്ലാതെ എല്ലാരും കൂടെ കിടന്ന് ഒരുമിച്ച് പറയുകയല്ല. കണ്ടോ, ഇത് അനുഭൂതി വന്നിട്ട് എനിക്ക് എന്റെ വാ അടക്കാൻ വയ്യാത്ത രീതിയിലല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തനം. നമ്മുടെ ഇന്ദ്രിയ ജയം എടുത്തു കളയുന്നതല്ല പരിശുദ്ധാത്മാവ്. ഇന്ദ്രിയ ജയം പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. എന്റെ നാവിന് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല, 3 ദിവസമായിട്ട് അടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതൊന്നും പരിശുദ്ധാത്മാവല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാതിരിക്കാനും പറ്റും, ഉച്ചരിക്കാനും പറ്റും. അതുകൊണ്ട് ഈ ക്രമമൊക്കെ പാലിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ലാതെ അനുഭൂതി കയറിയിട്ട് അപ്പോസ്തലന്റെ ക്രമമൊക്കെ എടുത്ത് വിളക്കളഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാരോട് കീഴ്പ്പെട്ടിരിക്കുന്നുവല്ലോ. 33 വരെ വായിച്ചോ. എല്ലാം ക്രമമായിട്ടും സമാധാനപരമായിട്ടും നമുക്ക് ഈ യോഗം കൊണ്ടു നടക്കാൻ കഴിയും. അപ്പൊ അവിടെ കണ്ടോ, എല്ലാവരും പ്രവചിക്കണം എന്ന് പറഞ്ഞെങ്കിലും 2 or 3 പേർ ക്രമമായിട്ട് പ്രവചിക്കണം. വെളിപ്പാടുള്ളവൻ പ്രവചിക്കണം, മറ്റുള്ളവൻ മൗനമായിട്ട് കേൾക്കണം. ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? വിവേചിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിവേചിക്കണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത പാഠം. പക്ഷെ ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ, വിവേചിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരിമാർ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രവചനം വിവേചിക്കുന്ന സമയത്ത് സഹോദരിമാർ വിവേചിക്കേണ്ട ആവശ്യമില്ല. കാരണം സഹോദരിമാർക്ക് സഭയെ സംസാരിക്കാൻ നിർവാഹമില്ല. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ സഹോദരിമാർക്ക് പ്രവചിക്കാമെന്ന്. സഹോദരിമാർ പ്രവചിക്കുമ്പോൾ സഹോദരിമാരല്ല സംസാരിക്കുന്നത്, ദൈവമാണ്. ദൈവത്തിന് സഹോദരിമാരിലൂടെ സംസാരിക്കാം. സഹോദരിമാർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സഭയിലില്ല. പുരുഷന്മാർക്കേ അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപ്പൊ പുരുഷന്മാർ വിവേചിക്കട്ടെ, അവർ പറയട്ടെ, അവർ വിധിക്കട്ടെ, അവർ വചനം വെച്ചൊക്കെ പറയട്ടെ. ഓക്കെ, അത് ചിലപ്പോഴൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. 11ാം അധ്യായത്തിൽ പ്രവചിക്കാൻ പറഞ്ഞിട്ട് 14ാം അധ്യായത്തിൽ പറഞ്ഞാൽ മിണ്ടായിരിക്കാൻ. ഇതിൽ ഏതാ ചെയ്യേണ്ട അപ്പോസ്തല? അല്ലെ, പല സഹോദരിമാർക്കും ഒരു ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്.
അല്ലെ? അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. വിവേചിക്കുന്ന കാര്യത്തിൽ പ്രവചനം വിവേചിക്കപ്പെടണം. അത് വിവേചിക്കുന്ന കാര്യത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ സഹോദരിമാർക്ക് അനുവാദമില്ല. ഇനി 7ാമത്തെ പാഠം വളരെ കാതലായ ഒരു പാഠമാണ്. ഇവിടാണ് ഒരുപാട് തെറ്റായ ചിന്തകൾ കിടക്കുന്നത്. പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനം എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? വിവേചിക്കണം, ജഡ്ജ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പഴയ നിയമത്തിലേക്ക് പ്രവചനം കാണാൻ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞിരിക്കുക, അങ്ങനെ പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുക, പിന്നെ അതിലെന്തോ വിവേചിക്കായിരിക്കുന്നു അല്ലെ? ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന, പിന്നെന്തോന്നാല് മനുഷ്യനാരാ അത് വിവേചിക്കാൻ, മനുഷ്യനാരാ അത് കയറി വിധിക്കാൻ അല്ലെ? പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനം തിരുവെഴുത്തുകളല്ല. മനസ്സിലായോ? പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന ആലോചനയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അയ്യോ, ദൈവം സംസാരിക്കുമ്പോൾ തെറ്റ് വരുമോ? ദൈവത്തിലല്ല കുഴപ്പം. നേരത്തെ പറഞ്ഞു, പ്രവചന വരത്തിലൂടെ കടന്നു വരുമ്പോൾ 3 ഭാഗങ്ങളുണ്ട്: വെളിപ്പാട്, വ്യാഖ്യാനം, പിന്നെ അത് പറയേണ്ട ഭാഷ. തിരുവെഴുത്തുകൾ ഉളവാക്കിയ പ്രവചനത്തിൽ വെളിപ്പാട് മാത്രമല്ല, വ്യാഖ്യാനവും ദൈവം തന്നെ കൊടുത്തിരിക്കുന്നത്. 2 പത്രോസ് 1-ാമത്തെ അധ്യായം എടുത്തേ. 2 പത്രോസ് 1:20-21. ഒരു മിനിറ്റ്. തിരുവെഴുത്തിലെ പ്രവചനം എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിനകത്തുള്ള പ്രവചനം എന്നായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ മൂലഭാഷയിൽ അങ്ങനെയല്ല. തിരുവെഴുത്തിന്റെ പ്രവചനം. ഏതു പ്രവചനത്താലാണോ തിരുവെഴുത്തുളവായത് ആ പ്രവചനത്തെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? തിരുവെഴുത്തുകളിലെ പ്രവചനം എന്നല്ല, തിരുവെഴുത്തുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രവചനം എന്നല്ല. മലയാളത്തിൽ അങ്ങനെ തോന്നുന്നേ. തിരുവെഴുത്ത് ഉളവായ പ്രവചനം. ഇംഗ്ലീഷില് പ്രോഫസി ഓഫ് സ്ക്രിപ്ചർ എന്നാണ്, പ്രോഫസി ഇൻ സ്ക്രിപ്ചർ എന്നല്ല. തിരുവെഴുത്തുകൾ ഉളവാക്കുവാൻ ദൈവം സംസാരിച്ച ആ പ്രവചനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രവചനം തുടർന്ന് വായിച്ചാട്ടെ. സ്വന്തം വ്യാഖ്യാനത്താൽ ഉളവായതല്ല. പ്രവാചകന് വെളിപ്പാട് കൊടുത്തിട്ട് സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചു എന്നല്ല ദൈവം പറഞ്ഞ. ആ വ്യാഖ്യാനവും ദൈവം കൊടുത്ത്, പിന്നെ അതെങ്ങനെ പറയണം, എങ്ങനെ എഴുതണം എന്നുള്ള വാക്കുകളും ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് നമ്മള് 2 തിമോത്തി വായിക്കുന്നത്, സകല തിരുവെഴുത്തുകളും ദൈവനിശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ വെളിപ്പാടും വ്യാഖ്യാനവും ഭാഷയും രചനയും എല്ലാം ദൈവം നോക്കി നടക്കും. എന്നാൽ ഇന്നത്തെ പ്രവചന വരം സകല വിശ്വാസികൾക്കും ഉപയോഗിക്കാവുന്ന പ്രവചന വരത്തില് വെളിപ്പാട് ദൈവം തരും, വ്യാഖ്യാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വല്ലതൊക്കെ വ്യാഖ്യാനിച്ച് പറയാം. ഇത് തിരുവെഴുത്തുകളുടെ ഉപദേശമാണോ? നമുക്കത് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. ഈ അധ്യായം വളരെ കാതലായ ഒരു അധ്യായമാണ്. പ്രവചന വരം എന്താണെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലർക്കും പ്രവചന വരത്തെ നേരെ ചൊവ്വ ഉപയോഗിക്കാനും പറഞ്ഞുകൂടാ. അതിനെതിരെ ഒരുപാട് കംപ്ലൈന്റും ഒക്കെ ഉണരുന്ന കാര്യം. ഓക്കെ, ഇത് പ്രായോഗിക തലത്തിൽ നിങ്ങൾക്കൊക്കെ ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. 21:4. യെരൂശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് വിശ്വാസികൾ, ഇംഗ്ലീഷിൽ ടയർ എന്നാണ് പറയുന്ന സ്ഥലം, അവിടെ വിശ്വാസികളെല്ലാം ആത്മാവിലൂടെ പ്രവചിച്ച അപ്പോസ്തലനോട് എന്താ പറഞ്ഞു? യെരൂശലേമിൽ പോകരുതേ. അപ്പോസ്തലൻ അനുസരിച്ചോ? ഇല്ല. അയ്യോ, പ്രവചനം അനുസരിക്കാതെ വിട്ടോ? തുടർന്ന് കാണാം. 21-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യം. ഏഴുപേരിൽ ഒരുവനായ ഫിലിപ്പോസ് ഫിലിപ്പോസിന്റെ സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു, അവിടെ പാർത്തു. 4 പുത്രിമാരുണ്ടായിരുന്നു. 4 പേരും പ്രവചന വരത്തിൽ നീങ്ങുന്ന പുത്രിമാരായിരുന്നു. തുടർന്ന് വായിച്ചാട്ടെ. അഗബോസ്, നമ്മൾ നേരത്തെ കണ്ട പ്രവാചകൻ ദാ വീണ്ടും വരുന്നു. ബെൽറ്റ് എടുത്തിട്ട് അവന്റെ കൈകാലുകളെ കെട്ടി യഹൂദന്മാർ ഇങ്ങനെ കെട്ടി പരിശുദ്ധാത്മാവ് പറയും. അപ്പൊ ഇവിടെ ഒരു പ്രവചനം കടന്നു വരികയാണ് അല്ലെ? രഹസ്യമായ ഒരു പ്രവചനം കടന്നു വരികയാണ്. എന്താണ്? യെരൂശലേമിൽ പൗലോസ് പോയാൽ
യഹൂദന്മാർ ഇതുപോലെ തന്നെ ബന്ധനസ്ഥനാക്കി ജാതിയരുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇത്രയേ ഉള്ളൂ പ്രവചനം. തുടർന്ന് വായിച്ചാട്ടെ, 14 വരെ വായിച്ചാട്ടെ. യെരൂശലേമിൽ പോകരുത് പൗലോസേ. ആഹാ. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന്. നിങ്ങൾ ഈ ബന്ധനത്തെ ഓർത്താണ് ഈ സങ്കടപ്പെടുന്നത്. ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പോകും. അടുത്ത വാക്യം. അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ പൗലോസ് സമ്മതിക്കുന്നില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അപ്പൊ എല്ലാരും പ്രവചനം വന്ന ആ അവസരം എല്ലാരും മനസ്സിലാക്കിയല്ലോ, ആ സാഹചര്യം മനസ്സിലാക്കിയല്ലോ. അപ്പൊ പൗലോസെ പോയി കഴിഞ്ഞാൽ യഹൂദർ പിടിച്ച് ജാതിയരുടെ ഏൽപ്പിക്കും. ഇനി സംഭവിച്ചത് എന്താണ്? 21:26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യഥാർത്ഥത്തിൽ യെരൂശലേമിൽ കടന്നുപോയപ്പോ സംഭവിച്ചത് എന്തുവാ? 26 മുതൽ 33 വരെ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേ ദിവസം അവരുടെ കൂടെ തനിക്ക് ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്ന് അവരുടെ ഓരോരുത്തരുടെ വേണ്ടി വഴിപാട് കഴിക്കുവാനുള്ള ശുദ്ധീകരണം. യെരൂശലേമിലെ ആലയത്തിലേക്ക് പൗലോസ് കടന്നുപോയി. വായിച്ചാട്ടെ. ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് ആസിയയിൽ നിന്ന് യഹൂദന്മാർ വന്നു. പുരുഷാരത്തെ ഇളക്കി അവനെ പിടിച്ച് ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ. ജനത്തിന് ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിന് വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നു. ഇവനാണ് ആ പ്രശ്നക്കാരനായ പൗലോസ്. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കി കളഞ്ഞു എന്ന് വിളിച്ചു പോയി. അവർ മുൻപേ എഫെസ്യനായ ത്രോഫിമോസിനെ അവനോട് കൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. യവനന്മാരെയൊക്കെ വിളിച്ചോണ്ട് നമ്മുടെ ആലയത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുന്നവനാണെന്ന് കുറ്റം ആരോപിക്കുകയാണ് അവർ. വായിച്ചാട്ടെ. എന്ന് നിരൂപിച്ചു. നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് റോമ പട്ടാളത്തിന് മനസ്സിലായി ഇവിടെ എന്തോ വലിയ കലാപം നടക്കുകയാണ്. റോമാക്കാരൻ ചങ്ങല വെച്ചു. അപ്പൊ ഇവിടെ കണ്ടോ, യഹൂദന്മാർ കടന്നു വന്ന് തന്നെ കുറ്റം ആരോപിച്ച് കൊല്ലുവാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ കലാപമാണെന്നും പറഞ്ഞ് റോമാക്കാര് വന്നു. അവര് വന്നപ്പോ അടി നിർത്തി അവര് ചങ്ങല വെച്ചു. എന്തുവായിരുന്നു പ്രവചനം? എന്തുവായിരുന്നു? നേരത്തെ കേട്ട പ്രവചനം യഹൂദന്മാർ പിടിച്ച് റോമാക്കാർക്ക് കൊടുക്കുന്ന, ജാതികൾക്ക് കൊടുക്കുന്ന. ഇവിടെ അങ്ങനെ ചെയ്തോ? ഇവർ കൊല്ലുവാൻ നോക്കിയപ്പോ അവര് കടന്നു വന്നുകൊണ്ട് അടി നിർത്തി അവര് ചങ്ങല വെച്ച് പിടിച്ചോണ്ട് പോയി. അപ്പൊ പ്രവചനം തെറ്റിയോ? പ്രവചനത്തിന് ഏറെക്കുറെയൊക്കെ സത്യമായി അല്ലേ? പൗലോസിനെ കെട്ടും, ബന്ധിക്കും, ജാതികൾ പിടിക്കും, എല്ലാം സത്യമായിരുന്നു. പക്ഷേ യഹൂദന്മാർ പിടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞത് ആ കേട്ട പോലെ അല്ല സംഭവിച്ചത്. അപ്പൊ അതെന്താ? പ്രവചനം തെറ്റിയോ? തെറ്റിയില്ല, വെളിപ്പാട് ശരിയായിരുന്നു, വ്യാഖ്യാനം തെറ്റിപ്പോയി. അഗബോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. പൗലോസ് താണ്ട് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് റോമ കാരാഗ്രഹത്തിൽ ഇരിക്കുന്നു, യെരൂശലേമിൽ ഇരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് അഗബോസ് എന്ത് നിരൂപിച്ചു? യഹൂദന്മാർ പിടിച്ച് റോമാക്കാർക്ക് കൊടുത്തു. പ്രവാചകന്റെ നിരൂപണമായിരുന്നു അത്. എന്നിട്ട് അത് കേട്ടവർ എങ്ങനെ വ്യാഖ്യാനിച്ചു? അതിന്റെ അർത്ഥം യെരൂശലേമിൽ പോകരുത്. കണ്ടോ, പ്രവചനപരത്തെ വ്യാഖ്യാനിച്ചത് എങ്ങനെ, നിരൂപിച്ചത് എങ്ങനെ? പ്രവാചകൻ വ്യാഖ്യാനിച്ചത് ഇതാണ്, യഹൂദന്മാർ പിടിച്ച് റോമാക്കാർക്ക് കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇനി കൂട്ടുള്ള സഹോദരന്മാർ, നമ്മൾ ആദ്യം 4-ാമത്തെ വാക്യത്തിലൊക്കെ വായിച്ചു, അവരെല്ലാം പറഞ്ഞത് പോവരുതേ എന്നാണ്. പക്ഷെ പൗലോസ് പോയി അല്ലെ? അപ്പോ പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനം എന്തു ചെയ്യണം? വിധിക്കണം, വ്യാഖ്യാനിക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന എങ്ങനെ? ഒരു പ്രവാചകൻ പറഞ്ഞാൽ അത് വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലെ അങ്ങ് എടുക്കുക അല്ലെ? അത് ഒരു വള്ളി പുള്ളി തെറ്റാതെ സംഭവിച്ചിരിക്കുമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനല്ല. പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനത്തിൽ
വെളിപ്പാട് ചിലപ്പോൾ ശരിയായിരിക്കും, എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അവിടെയാണ് പ്രവചനവരം നിരൂപിക്കണം, വിധിക്കണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധി കൊണ്ടുവച്ച് നോക്കണം. അല്ലേ? 13:9, 1 കൊരിന്ത്യർ 13:9 ഒന്ന് വായിച്ചേ. പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനത്തിന്റെ ഒരു പ്രത്യേകത എന്താ? 13:9. വായിച്ചാട്ടെ. അംശമായിട്ടേ നമ്മൾ അറിയുന്നുള്ളൂ, അംശമായിട്ടേ പ്രവചിക്കുന്നുള്ളൂ. ഒരു പ്രവാചകനും പൂർണ്ണ ചിത്രം ഇല്ല, അഗബോസിനും ഇല്ലായിരുന്നു. അല്ലെ? തിരുവെഴുത്തുകൾ എഴുതിയ യേശയാവിന്റെയും യെരമ്യാവിന്റെയും പ്രവചനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇന്നത്തെ പ്രവചനവരം എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ സാധ്യമായ വെളിപ്പാടിലൂടെ ലഭിക്കുന്ന പ്രവചനവരം അംശമായിട്ട് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, അംശമായിട്ടേ പ്രവചിക്കുന്നുള്ളൂ. അതുകൊണ്ട് പൂർണ്ണ ചിത്രം ആരും പോയൊരു മറ്റേ കൂടിയ പ്രവാചകന്റെ അടുത്തൊന്നും അതുകൊണ്ട് വേദവാക്യമായിട്ട് എടുക്കരുത്, നിരുത്സാഹപ്പെട്ടു പോകും. അയ്യോ, അന്ന് പറഞ്ഞ പ്രവചനം അതുപോലെ നടന്നില്ലല്ലോ, ഇത് എത്ര പ്രവചനമായി ഇങ്ങനെ നടക്കാതിരിക്കുന്നു, ഇനി പ്രവചനം മതി. എത്രയോ വിശ്വാസികളുണ്ടല്ലേ പ്രവചനമൊക്കെ മതിയാക്കി വെച്ചു. ഈ പ്രസംഗിക്കുന്ന ആള് തന്നെ കുറച്ചുനാൾ മുമ്പ് ഇതേ ഒരു വിഷയത്തിൽ കൂടെ പോയ, അതുകൊണ്ടായി പറയുന്ന അടി കിട്ടിയിട്ട് പഠിച്ച പാഠം കേട്ടോ, അല്ലേ ഭാസ്കര? അല്ലേ? പ്രവചനമൊക്കെ അങ്ങ് പൂട്ടാം, ഇതെല്ലാം കള്ളന്മാരാ. അങ്ങനല്ല. പ്രവചനപരം ദൈവസന്നിധി പോയി വിധിക്കണം, അല്ലാതെ ആര് പറഞ്ഞാലും അതങ്ങ് കേട്ട് അതുപോലെ അങ്ങ് കാണാപാഠമാക്കി വെക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാ സഹോദര പ്രവചനപരം വ്യാഖ്യാനിക്കേണ്ടത്, വിധിക്കണ്ടേ? 5 ടെസ്റ്റുകൾ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോവാൻ, സമയം തീരാറായി. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഈ പ്രവചനം സംഭവിച്ചോ ഇല്ലേന്ന് നോക്കണം. അല്ലെ? വളരെ സിമ്പിൾ ആയ ഒരു കാര്യം. ഒരു കാര്യം പ്രവചിച്ചാൽ അത് സംഭവിച്ചിരിക്കണം. അല്ലെ? ആവർത്തന പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. വളരെ വേഗത്തിൽ നമുക്ക് നീങ്ങാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, അവന് തോന്നിയത് അവൻ പറഞ്ഞു, അവനെ നിങ്ങൾ പേടിക്കരുത്. അപ്പൊ പ്രവാചകൻ യഹോവ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അപ്പൊ സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. എങ്കിലേ അത് പ്രവചനമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. ഇനി 13:1-4 ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു ടെസ്റ്റാണ്. 13:1-4 വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ആവർത്തന പുസ്തകം 13:1-4. ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും. പ്രവാചകൻ ഒരു അടയാളം മുന്നറിയിച്ചു, അവൻ പറഞ്ഞ അടയാളം അത്ഭുതമോ സംഭവിക്കുകയും ചെയ്ത. കേട്ടോ, ഒരു പ്രവാചകൻ പറഞ്ഞു, അത് സംഭവിച്ചു. അപ്പം നമ്മൾ നേരത്തെ വായിച്ച 18-ാം അധ്യായത്തിലെ ടെസ്റ്റ് പാസ്സായി. പറഞ്ഞ കാര്യം സംഭവിച്ചു. പക്ഷെ പറഞ്ഞ കാര്യം സംഭവിച്ച ഉടനെ അങ്ങ് കയറി ഏറ്റെടുക്കരുത്. ഈ പറഞ്ഞ പ്രവാചകന്റെ ഉപദേശം എന്തായിരുന്നു? അതാണ് അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കൽപ്പനകളെയൊക്കെ വിട്ടേച്ച് അന്യ ദൈവത്തിന്റെ പുറകെ പോകാൻ പറയുന്ന ഒരു പ്രവാചകൻ പറഞ്ഞ അത്ഭുതമോ അടയാളമോ സംഭവിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പലപ്പോഴും അടയാളം പറഞ്ഞ പോലെ സംഭവിച്ചു, പിന്നെ ഉപദേശമൊക്കെ ആര് നോക്കുന്നു? അല്ലെ? പല പ്രവാചകന്മാർ പറയുന്നതും അതുപോലെ സംഭവിക്കും. പക്ഷെ പ്രവാചകൻ എന്താന്ന് പറയുക വളർത്താൻ നോക്കുന്നത്? പണമോഹം. ഇന്നത്തെ പുതിയ നിയമത്തിലെ വിഗ്രഹങ്ങൾ ഏതാന്നൊക്കെ അറിയാലോ. പണമോഹം, മനുഷ്യരുടെ മുമ്പിലുള്ള ബഹുമാനം, പാപത്തിലുള്ള സുഖം, ഇതൊക്കെയാണ് ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം എന്റെ ഹൃദയത്തിൽ നിന്ന് കവർന്നെടുക്കുവാൻ നോക്കുന്ന അന്യ ദൈവങ്ങൾ. ഇതൊക്കെ വളർത്തുന്ന ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവം, അടയാളം നിവർത്തിച്ചാലും അവന്റെ പുറകെ പോകരുത്. അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചു, അവനെ അതുപോലെ അങ്ങ് മടക്കി വിടുക. അന്യ ദൈവങ്ങളുടെ പുറകെ പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രവാചകൻ പറഞ്ഞ സംഭവമോ അനുഗ്രഹമോ അത്ഭുതമോ ഒന്നും നമുക്ക് വേണ്ട. പണ്ടൊരിക്കൽ ഞാനൊരു മാതാവിനെ കാണാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നു. വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക, വയറിന് ഹെർണിയ ഓപ്പറേഷൻ കണ്ടായിരുന്നു. അപ്പം വളരെ ചിന്താകുലത്തിലിരിക്കുന്നു. അയ്യോ ബ്രദറെ, 30 വർഷം മുമ്പ് ഒരു ജാതകം നോക്കുന്ന ഒരാള് പറഞ്ഞു, എന്റെ 52-ാം വയസ്സിൽ എന്റെ വയറിൽ കത്തിവെക്കും. അതെങ്ങനെ ശരിയായി? 52-ാം വയസ്സിൽ തന്നെ കത്തിവെച്ചു. അപ്പൊ ഞാൻ ഈ വാക്യം എടുത്ത് വായിച്ചു. ജ്യോതിഷക്കാരനില്ലേ, അവൻ ഏത് ദൈവത്തിന്റെ പുറകെ പോകാനായി പറയുന്നു? അവൻ പറഞ്ഞ അടയാളം സംഭവിക്കും.
അങ്ങനെ പറയുന്ന പ്രവാചകന്മാരുടെ അടയാളവും സംഭവിക്കും. അല്ലാതെ യഥാർത്ഥ പ്രവാചകന്റെ മാത്രം അടയാളമല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് വായിച്ചാട്ടെ, ഒരു വാക്യം അടുത്ത ലൈനൂടെ വായിച്ചേ. കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ കണ്ടോ, നിങ്ങൾ ദൈവത്തെ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളപ്രവാചകന്റെ അത്ഭുതവും സംഭവവും ഒക്കെ സംഭവിച്ചത്. അപ്പൊ സംഭവിച്ചാൽ മാത്രം പോരാ, അവന്റെ ഉപദേശവും നോക്കണം. ഇവൻ എന്നെ ഏത് ദൈവത്തെ ആരാധിക്കാനാ? സത്യദൈവത്തെ ആരാധിക്കാനും ഭക്തിയിൽ വളർത്തുവാനും വേണ്ടി ഉപദേശം പറയുന്ന പ്രവാചകന്റെ സംഭവം നിവർത്തിച്ചാലേ അത് യഥാർത്ഥ പ്രവചനം ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. മൂന്നാമത്തേത് ദൈവിക സമാധാനം. ശരിയായ പ്രവചനം കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സമാധാനം ഉണ്ടാകും. അപ്പൊ ഈ ദൈവിക സമാധാനം എന്ന് പറയുമ്പോൾ രണ്ട് വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8:5 8:6 ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ വഴിയെ ചിന്തിക്കുന്ന മനസ്സിൽ എന്ത് വരും? സമാധാനം വരും. ഞാനും എന്റെ ദൈവവും ഐക്യത്തിലാകുമ്പോഴാണ് ഈ സമാധാനം വരുന്നത്. ദൈവത്തോട് ഞാൻ മത്സരിച്ച് നടക്കുമ്പോൾ എനിക്ക് മരണം സംഭവിക്കും, മനസമാധാനക്കേട് വരുന്നു. ആ സമാധാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 12 എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിപ്പിൻ, നിങ്ങളുടെ മനസ്സിനെ പുതുക്കുവിൻ, എങ്കിലെന്ത് പറ്റും? പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണ എന്ത് വേണം? എന്റെ ശരീര യാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കണം, എന്റെ മനസ്സ് പുതുക്കം പ്രാപിക്കണം. അല്ലാതെ ജഡത്തിലും പാപത്തിലും ജീവിക്കുന്ന വ്യക്തിയുടെ സമാധാനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. അവന് പാപത്തിൽ തുടരുന്നു എന്ന് പറയുന്ന ഒരു പ്രവചനം കേൾക്കുമ്പോഴായിരിക്കും സമാധാനം വരുന്നത്. അപ്പൊ എന്റെ മാനുഷിക സമാധാനമല്ല, ദൈവാത്മാവുമായിട്ട് ഞാൻ ഐക്യത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം വളർത്തുന്നതായിരിക്കും ശരിക്കുള്ള പ്രവചനം. ആ സമാധാനത്തിന് തടസ്സം വരുത്തുന്നതായിരിക്കും തെറ്റായ പ്രവചനം. മനസ്സിലായോ? ദൈവം എന്നെ നയിക്കുന്ന ഹിതത്തിൽ നിന്ന് എന്നെ വ്യതിചലിക്കുന്ന പ്രവചനമാണ് എനിക്ക് ഉള്ളിൽ പരവേശം വരും, എന്റെ സമാധാനം നഷ്ടപ്പെടും. ദൈവിക സമാധാനം. അതുകൊണ്ട് അത് വെച്ച് നമുക്ക് നിരൂപിക്കാം ഇത് ശരിയായ പ്രവചനമാണോ അല്ലേ എന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന അധികാരികൾ പറയുന്ന ആലോചനയുമായിട്ട് ഇത് യോജിച്ചു നോക്കണം. അത് നമുക്ക് സദൃശ്യവാക്യം 11:14 മാത്രം ഒന്ന് വായിക്കാം. സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ വായിക്കുന്നില്ല. സദൃശ്യവാക്യം 11:14. മന്ത്രിമാരുടെ എന്ന് പറഞ്ഞാൽ ആലോചനക്കാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. നിങ്ങളുടെ അപ്പനമ്മമാർ, നിങ്ങളുടെ ഇടയൻ, നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ, ഇവരോടെല്ലാം പോയി ആലോചന ചോദിക്കണം. ഈ കേട്ട പ്രവചനവും എന്റെ ജീവിതവും ചേർന്ന് പോകുന്നത് ഇത് ദൈവം തന്നെയാണോ പറയുന്നത്? അവരോടൊക്കെ ആലോചന ചോദിക്കണം. ആലോചനക്കാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. അല്ലാതെ ഞാനൊരു പ്രവചനം കേട്ട് ഞാൻ ആ വഴി പോവില്ല. ദൈവജനത്തിന്റെ സഹായം തേടണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മേലാക്കി വെച്ചിരിക്കുന്ന ദൈവിക അധികാരികളെ നിങ്ങൾ ബഹുമാനിക്കണം. ദൈവം അവിടെയും സംസാരിക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് ദൈവം നിങ്ങളെ എങ്ങനെ നയിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഈ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദൈവഹിതവുമായി ഇത് ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാമത്തെ വാക്യത്തിൽ കണ്ടത്, അധ്യായത്തിൽ കണ്ടത്. അതിന് 20-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20:22-23 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികൾ 20, 22 മുതൽ 23. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് യെരൂശലേമിലേക്ക് പോകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടെന്ന്. അപ്പോ ഇതിനു മുൻപേ 21-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കണ്ടത് ആത്മാവിനാൽ ടയറിലുള്ള വിശ്വാസികളും പിന്നീട് കസേരയിലുള്ള വിശ്വാസികളും ഒക്കെ പറഞ്ഞത് എന്താണ്? അയ്യോ, യെരൂശലേമിൽ പീഡ വരാൻ പോകുന്നു. ഇതിനൊക്കെ മുന്നമേ 20-ാമത്തെ അധ്യായത്തിൽ എഫെസോസിലെ മൂപ്പന്മാരോട് വിട പറയുമ്പോഴേ അപ്പോസ്തലൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിനോട് പണ്ടേ പറഞ്ഞ കാര്യമാണ്, എല്ലാ പട്ടണങ്ങളിലും എനിക്ക് 2 കാര്യമേ കാത്തിരിക്കുന്നുള്ളൂ,
കാരാഗ്രഹവും കഷ്ടവും. അപ്പൊ ദൈവഹിതം മുൻപേ പൗലോസിന് അറിയാമായിരുന്നു, ഞാൻ യെരൂശലേമിൽ പോകേണ്ടവനാണ്. അപ്പൊ നിങ്ങൾക്ക് ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തി തരുന്ന ദൈവഹിതത്തിനോട് ചേർന്ന് പോകുന്നതാണോ ഈ പ്രവചനം? കുറെ നാളായിട്ട് ദൈവം പറയുകയാണ് നിങ്ങളെ പൂർണ്ണ സമയ ശുശ്രൂഷയിലേക്ക് ദൈവം വിളിക്കുന്നു. ഇന്നലെ വന്ന ഒരു പ്രവാചകൻ പറയണം, അല്ല നീ അമേരിക്കയിൽ പോയിട്ട് ഒരു IT കാരനാകുന്നു. അപ്പോ പണമോഹം കാരണം ഈ പ്രവചനം മതി. അത് തെറ്റാ. അതുകൊണ്ടാണ് പൗലോസ് നേരത്തെ പറഞ്ഞത് നിങ്ങളെല്ലാം കൂടെ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. അപ്പൊ അവരെ പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു, പഠനം തോറും ഇതൊക്കെ കഷ്ടമൊക്കെ സഹിച്ച അവസാനം മരിക്കേണ്ട ആളാണ് ഞാൻ. എനിക്ക് ദൈവഹിതം എന്താണെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ ഈ വെളിപ്പാടൊക്കെ കേട്ട് നിരൂപിക്കുന്നതില്ല. വെളിപ്പാട് ശരിയാ, കഷ്ടമൊക്കെ വരും, എനിക്കറിയാം. നിങ്ങൾ പക്ഷെ ഈ പറയുന്ന തീരുമാനവും നിരൂപണവും എനിക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഈ പ്രവചനം ഏറ്റെടുക്കാതെ പോയത്, അല്ലാതെ ദൈവവചനം അനുസരിക്കാതെ പോയതല്ല. പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? ദൈവിക വെളിപ്പാട് അനുസരിക്കാതെ പോയതല്ല. അത് നിമിത്തം മനുഷ്യർക്ക് തോന്നിയ കാഴ്ചപ്പാട് ഏറ്റെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധം, വ്യക്തിപരമായ ബന്ധം വേണം. അതിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തുവാ അതിനെ കുറിച്ചുള്ള ദൈവഹിതം. എങ്കിലേ പ്രവചനം വരുമ്പോൾ അത് തട്ടിച്ച് നോക്കാൻ പറ്റത്തുള്ളൂ, ചേർന്ന് പോകുന്നതാണ്. അപ്പൊ 5 വിധത്തിൽ നമുക്ക് പ്രവചനം വ്യാഖ്യാനിക്കാൻ കഴിയും. അത് സംഭവിക്കുന്നുണ്ടോ? സംഭവിച്ചാൽ തന്നെ ഉപദേശം എന്താണ്? ദൈവാത്മാവുമായിട്ടുള്ള എന്റെ ഐക്യവും സമാധാനത്തെയും അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നീട് ദൈവിക അധികാരികൾ നൽകുന്ന ആലോചനയുമായിട്ട് തട്ടിച്ചു നോക്കണം. പിന്നെ എന്റെ സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ ഇപ്പോൾ നടത്തുന്ന ദൈവഹിതം ദൈവിക പദ്ധതിയുമായിട്ട് അതെങ്ങനെ ചേർന്ന് പോകും. ഈ രീതിയിലെല്ലാം കേൾക്കുന്ന പ്രവചനം തട്ടിച്ച് വ്യാഖ്യാനിച്ച് നോക്കണം. കാരണം പ്രവചനം പറയുമ്പോൾ പ്രവാചകന്റെ കയ്യിൽ നിന്ന് കയറി വരുന്ന പല വ്യാഖ്യാനങ്ങളും കാണും. അത് തെറ്റായിരിക്കും. അത് ദൈവം അല്ല പറയുന്നത്, പ്രവാചകൻ പറയുന്നത്. വെളിപ്പാട് ശരിയായിരിക്കും. അല്ലെ, പണ്ടൊരിക്കൽ ഒരു പ്രവാചകൻ എന്റെ ഒരു സഹോദരനോട് തലേ കൈവച്ച് പറഞ്ഞു UK പോകുന്നത്. ആ സഹോദരൻ 30 വർഷമായിട്ട് UK-ലല്ല ജീവിക്കുന്നത്. എവിടെയാണ് ജീവിക്കുന്നത്? യൂറോപ്പിലെ വേറൊരു രാജ്യത്ത്. പ്രവാചകൻ ഒരു വെളിപ്പാടിലൂടെ കണ്ടു യൂറോപ്പിലുള്ള ഏതോ ഒരു രാജ്യത്ത് ഈ വ്യക്തി നിൽക്കുന്നു. പ്രവചിച്ചു പറഞ്ഞു ഇയാൾക്ക് ആ കൂടെ യൂറോപ്പിലെ ഒരു രാജ്യം അറിയാവുള്ളൂ, UK. പറഞ്ഞ അപ്പം UK എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ഇരുന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. പറഞ്ഞ വെളിപ്പാട് ശരിയായിരുന്നു, നീ വിദേശത്ത് പോയി ജീവിക്കും, അല്ലാതെ UK തന്നെയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞ അവിടെയൊക്കെയാണ് നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത്. ദൈവമേ ഈ പറഞ്ഞൊക്കെ ശരിയാണോ, ദൈവഹിതമാണോ? ശരി. അപ്പൊ 7ാമത്തെ പാഠം, പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന ദൂത് വ്യാഖ്യാനിക്കപ്പെടണം. പ്രത്യേകിച്ച് സഭയിൽ ആരാധനയിൽ മൂപ്പന്മാരും ഒക്കെ ഇരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടണം. അല്ലാതെ വേദവാക്യമായിട്ട് അങ്ങ് എടുത്ത് വിഴുങ്ങരുത് ആരും. ശരി, വളരെ വേഗത്തിൽ 8, 9, 10 വേഗത്തിൽ നോക്കാം. 8ാമത്തെ പാഠം. ഇതെല്ലാം കൊണ്ട് ചിലരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര പ്രശ്നം പിടിച്ചതാണ് പ്രവചനം വരുമെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പ്രവചനം അങ്ങ് വിടാം. അങ്ങനെ വിടാൻ നമുക്ക് നിർവാഹമില്ല. 1 തെസ്സലോനിയർ 5-ാം അധ്യായം 19 മുതൽ 22. പുതിയ നിയമത്തിൽ നിന്ന് പ്രവചന വരത്തെ കുറിച്ചുള്ള 8ാമത്തെ പാഠം. 1 തെസ്സലോനിയർ 5-ന്റെ 19 മുതൽ 22. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കുക, ദോഷം വിട്ടകല. കേട്ടോ, ആദ്യം പറഞ്ഞിരിക്കുകയാണ് ആത്മാവിനെ കെടുത്തിക്കളയരുത്. ആത്മാവ് നിങ്ങൾക്ക് പ്രവചനം തരാൻ ആഗ്രഹിക്കുമ്പോൾ വേണ്ട, പ്രവചനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അതിനെ കെടുത്തരുത്. ആത്മാവിന്റെ വരമായ പ്രവചന വരം കെടുത്തരുത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുതോ. ഇതിനകത്ത് പറയുന്നത് 70% തെറ്റാണ്, പിന്നെ എന്തിനാണ് പ്രവചന വരം? അങ്ങനല്ല, തുച്ഛീകരിക്കരുത്, ശോധന ചെയ്തിട്ട് നന്മ എടുക്കുക, തിന്മ കളയുക. അല്ലെ, മത്സ്യം കഴിക്കുമ്പോൾ എത്ര പേര് മുള്ളും കൂടെ എടുത്തും കഴിക്കും? ചിലര് കാണുമായിരിക്കും. നമ്മളെല്ലാം മാംസം കഴിച്ചിട്ട് മുള്ളു കളയും എന്ന് പറഞ്ഞാൽ മുള്ളിനെയും കളഞ്ഞേക്കണം, മാംസം എടുക്കണം. മനസ്സിലായോ? അതുകൊണ്ട് പ്രവചന വരത്തെ ആരും തുച്ഛീകരിക്കരുത്. കാരണം പ്രവചന വരത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. 1 തിമോത്തി 1:18 വായിച്ചേ. 1 തിമോത്തി 1:18. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നല്ല പോരാട്ടം കഴിക്കണം തിമോത്തിയോസേ. പക്ഷെ എങ്ങനെ കഴിക്കണം? പണ്ടു നീ കേട്ട പ്രവചനങ്ങൾ ഓർത്ത് അതിനൊത്തവണ്ണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ എടുത്തു വെച്ചിട്ട് പോരാടണം. കാരണം ദൈവം പറഞ്ഞ പല പദ്ധതികളും നടക്കാതിരിക്കാൻ ദുഷ്ടൻ പ്രവർത്തിക്കും.
അപ്പൊ നിങ്ങൾ സാഹചര്യങ്ങൾ നോക്കി തുള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാഹചര്യമൊക്കെ അസ്തമിക്കുമ്പോ നിങ്ങൾ പറയോ ഇതൊന്നും നടക്കാനേ പോകുന്നില്ല, പ്രവചനം തെറ്റിപ്പോയി എന്നും പറഞ്ഞ് നിങ്ങൾ മുഷിഞ്ഞു പോകരുത്. സാഹചര്യങ്ങളിലല്ല നിങ്ങൾ നോക്കേണ്ടത്. സാഹചര്യങ്ങളൊക്കെ എത്ര വിപരീതമാകട്ടെ, നിവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവാണ് എന്നോട് പറഞ്ഞതെങ്കിൽ അവന്റെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവചനമൊക്കെ ലഭിച്ച വ്യക്തികൾ ഇന്നത്തെ സാഹചര്യമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പ്രവചനമൊക്കെ എങ്ങനെ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിരിക്കുന്നവർ ഈ വാക്യം ഏറ്റെടുക്കുക. നീ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട പ്രവചനത്തോട് ഒത്തവണ്ണം വിശ്വാസത്തോടെ യുദ്ധം കഴിക്കുക, വിശ്വാസത്തിൽ പോരാടുക. ഒരു നാൾ ആ പ്രവചനം, ആ ദർശനം അതിന്റെ നിവർത്തിയിലേക്ക് കടന്നു വരും. പറഞ്ഞു മനസ്സിലായോ? 1 തിമോത്തി തന്നെ 4:14 പറഞ്ഞിട്ടുണ്ട്. എന്താണ് വായിച്ചാട്ടെ? മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിന്നിലുള്ള കൃപാവരം കണ്ടോ, നിന്നോട് ദൈവം പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ടോ, നിനക്കൊരു കൃപാവരമുണ്ടോ, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, അത് നീ കാത്തു സൂക്ഷിക്കണം. അല്ലെ, ചിലർക്കൊക്കെ തലയെ കൈവച്ച് ചില പ്രവാചകൻ പറഞ്ഞിട്ട് നിന്നെ ഒരു പാസ്റ്റർ ആക്കാൻ വിളിച്ചിരിക്കുക, നിന്നെ ഒരു മിഷണറി ആക്കാൻ വിളിച്ചിരിക്കുക, നീ പാട്ട് പാടാനുള്ളവരാണ്, നീ ഒരു അഭിഷക്ത ദാസനാണ്. അതൊന്നും പക്ഷെ സംഭവിച്ചില്ല കർത്താവേ. അത് എടുത്ത് വിശ്വസിച്ച് പോരാടണം. അതിന്റെ നിവൃത്തി എത്തും വരെ പോരാടണം. അല്ലാതെ പ്രവചനം എടുത്ത് തള്ളിക്കളയാനുള്ളതല്ല. പ്രവചനം തുച്ഛീകരിക്കരുത്. നിങ്ങളുടെ പോരാട്ടത്തിന് ദൈവം മുന്നമേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചില ആയുധങ്ങളാണ്. എന്റെ അവസ്ഥയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, എന്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും, പക്ഷെ ദൈവം മുന്നമേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യും, ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യും. എന്താണോ പ്രവചനം പറഞ്ഞത് അത് നിവൃത്തിയിലേക്ക് വരും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ആരും തുച്ഛീകരിക്കരുത്. 9ാമത്തെ കാര്യം, എങ്ങനെ എനിക്ക് പ്രവചിക്കുവാൻ കഴിയും? എല്ലാവരും പ്രവചിക്കണം എന്നല്ലേ അപ്പോസ്തലൻ പറഞ്ഞു. എങ്ങനെ പ്രവചിക്കാൻ കഴിയും? 2 കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്നാമത്തേത് നമ്മൾ വായിച്ചു, 1 കൊരിന്ത്യർ 14:1. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കുക. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആത്മീക വരങ്ങൾ വാഞ്ചിക്കുക. ശരിക്കും ആത്മീക വരങ്ങളിൽ വിളങ്ങണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ എന്ത് കാംക്ഷിക്കണം? ആത്മീക വരങ്ങളല്ല കാംക്ഷിക്കേണ്ടത്, സ്നേഹം. സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ആത്മീക വരങ്ങൾ വിളങ്ങും. അല്ലെ, 1 കൊരിന്ത്യർ 13:8 പറഞ്ഞിരിക്കുന്നത് സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല, പ്രവചനപരമോ ഒരു നാൾ നിന്നുപോകും. അല്ലെ, സ്നേഹമാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ച ആ വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിച്ചാൽ നിങ്ങൾക്ക് ദൈവം ദൂത് നൽകും. സ്നേഹിക്കാത്ത വ്യക്തി എടുത്ത് പോയി ദൂത് പറയാൻ പോയ ഒരു ദൂതും വരത്തില്ല. അല്ലെ, ആത്മീക വരങ്ങളുള്ള വ്യക്തികൾക്കറിയാം, സ്നേഹമുള്ളിടത്ത് ആത്മീക വരങ്ങൾ അങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങും. എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പ്രവചനപരത്തിൽ നീങ്ങും. എനിക്ക് ആ വ്യക്തി തകർന്നിരിക്കുന്ന കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അവനെ ഒന്ന് ആത്മീക വർധന വരുത്തി അവനെ ഒന്ന് പ്രബോധിച്ച് അവന് ആശ്വാസം പകരണമെന്ന് തീക്ഷ്ണമായ സ്നേഹമുണ്ടെങ്കിൽ എന്റെ ആദരങ്ങളിലൂടെ പ്രവചനം വരും. അതുകൊണ്ട് ഏത് കൃപാവരമാകട്ടെ, പ്രവചനമാകട്ടെ, അന്യഭാഷ ഏത് വരവാകട്ടെ, പ്രസംഗമാകട്ടെ, പാട്ടാകട്ടെ, എപ്പോഴാ ജ്വലിക്കുന്നേ? സഹോദരനോട് സ്നേഹമുള്ളപ്പോൾ. അതുകൊണ്ട് പ്രവചനപരം എന്നൊക്കെ പറഞ്ഞ് കാംക്ഷിക്കുമ്പോൾ ഒന്നാമതായിട്ട് കാംക്ഷിക്കേണ്ടത് എന്താ? സഭയെ സ്നേഹിക്കുവാൻ ദൈവസ്നേഹം വേണം. രണ്ടാമതായിട്ട് റോമാലേഖനം 12:6 എങ്ങനെ നമ്മൾ പ്രവചിക്കണ്ടേ? വിശ്വാസത്തോടെ വേണം പ്രവചിക്കാൻ. റോമാലേഖനം 12:6 ഒന്ന് വായിക്കാമോ? വിശ്വാസത്തിനൊത്തവണ്ണം, അതായത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം വേണം നിങ്ങൾ പ്രവചിക്കാൻ. അതെന്തിനാ വിശ്വാസം? കാരണം ഈ പറയുന്ന കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തിയാണെന്ന് ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കണം. അല്ലാതെ എനിക്ക് മനസ്സിൽ തോന്നിയതല്ല. അവിടെ ഒരു വിശ്വാസത്തിന്റെ ഒരു പടിയുണ്ട്. പലരും പ്രവചിക്കാത്ത അതുകൊണ്ടാണ്. ഇത് ഞാൻ തന്നെ നിരൂപിച്ചാണ്, എനിക്ക് തോന്നിയതാണോ? അല്ലെ, നമുക്കൊരു മടിയുണ്ട്, ഇതൊക്കെ കയറി പറഞ്ഞ് ഇനി ആപ്പിലായത്. അവിടാണ് വിശ്വാസം വേണ്ടത്. ആ വിശ്വാസം വളരും തോറും പ്രവചനപരം കൂടും. അപ്പൊ 2 കാര്യം വേണം പ്രവചനപരത്തിൽ നീങ്ങണമെങ്കിൽ. സ്നേഹം വേണം, വിശ്വാസം വേണം. എങ്ങനെ പ്രവചിക്കാന്നുള്ളത് കൊണ്ട് 10ാമത്തെ പാഠവും പഠിച്ച് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. 10ാമത്തെ ഏറ്റവും കാതലായ പാഠമാണ്, പ്രവചന വരമുണ്ടെങ്കിൽ അത് ആത്മീയതയുടെ ലക്ഷണം അല്ല. മത്തായി 7:21-23 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. അയ്യോ കർത്താവേ ഞങ്ങൾ പ്രവചിച്ചു എന്ന് അന്നാളിൽ പറയും, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടെന്ന് കർത്താവ് പറയും.
അല്ലെ? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് കടന്നു ചെന്നേ. 1 കൊരിന്ത്യർ 1:7. ആ സഭയുടെ ആ വിശേഷണം കേട്ടോ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു ആര്? കൊരിന്ത്യ സഭക്കാർ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. വമ്പൻ സഭയായിരുന്നു അല്ലേ? വീര്യപ്രവൃത്തികളും അന്യഭാഷയും പ്രവചനവരവും ഏത് വരം വേണോ അത് ആ സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ 1 കൊരിന്ത്യർ 3:1 മുതൽ 4 വരെ വായിച്ചേ. ആ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിലെ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ശുശ്രൂഷയ്ക്ക് വരുമ്പോ സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആത്മീയരല്ല, ചെടീകരാണ്. തുടർന്ന് വായിച്ചോട്ടെ. നിങ്ങൾക്ക് പാല് മാത്രം തരാനുള്ള നിങ്ങൾ വലിയ ആത്മീയരൊന്നും അല്ല. കഴിവില്ല നിങ്ങൾക്ക്. ഇപ്പോഴും കഴിവില്ല നിങ്ങൾക്ക്. മാംസം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. ജഡീകന്മാരല്ലോ. ഈർഷ, പിണക്കം. മതി. ശേഷം മനുഷ്യരെ പോലെ, ലോകത്തിലെ ജനങ്ങളെ പോലെ പിണക്കവും ഈർഷയും തമ്മിത്തല്ലും വഴക്കും. നിങ്ങൾ വെറും ജഡീകന്മാര്, നിങ്ങൾ വെറും ആത്മീയ ശിശുക്കൾ. പക്ഷെ 1-ാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞേ? സകല കൃപാവരങ്ങളും വിളങ്ങുന്ന സഭയായിരുന്നു. അപ്പൊ കൃപാവരങ്ങൾ ആത്മീയതയുടെ ലക്ഷണമല്ല. എല്ലാ കൃപാവരമുള്ള കൊരിന്ത്യ സഭ ആത്മീയ ശിശുക്കളും ലൗകികന്മാരും ജഡീകന്മാരുമായിരുന്നു. അതുകൊണ്ട് ആരും കൃപാവരം ആത്മീയതയുടെ ബാഡ്ജായിട്ട് തൂക്കിക്കൊണ്ട് നടക്കരുത്. ആത്മീയത എവിടെ വെളിപ്പെട്ടു വരും? ആത്മാവിന്റെ ഫലത്തിൽ വെളിപ്പെട്ടു വരും, കൃപാവരങ്ങളിലല്ല. അതുകൊണ്ട് പ്രവചിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ കോളർ ആരും പൊക്കരുത്. അതെന്താകും? നികളത്തിച്ചെന്ന് അവസാനിക്കും. നികളികളെ ദൈവം എതിർക്കുന്നു, കൃപ ലഭിക്കത്തില്ല. ഓക്കെ, കൃപാവരം ലഭിച്ച് കൃപ ലഭിക്കാത്തവരായെന്നുള്ള അധോഗതിയിലേക്ക് ആരും പോകരുത്. അതുകൊണ്ട് പ്രവചനപരമാകട്ടെ, ഏത് കൃപാവരമാകട്ടെ, പ്രസംഗപരമാകട്ടെ, ഉപദേശ ശുശ്രൂഷയാകട്ടെ, ഇതൊന്നും ആത്മീയതയുടെ ലക്ഷണമല്ല. ശരി, 10 പാഠങ്ങൾ വേഗം വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു, പുതിയ ഉടമ്പടിയിൽ സകല വിശ്വാസികൾക്കും സഹോദരിമാർക്കും യൗവനക്കാർക്കും എല്ലാവർക്കും പ്രവചനപരത്തിൽ നീങ്ങുവാൻ കഴിയും. രണ്ടാമതായി കണ്ടു, പ്രവചനപരം കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതാണ്. രഹസ്യമായ കാര്യം വെളിപ്പാടിലൂടെ മാത്രം അറിഞ്ഞ് അത് പ്രസ്താവിക്കുന്നതാണ് പ്രവചനപരം. അതിന്റെ ഉദ്ദേശം ആത്മീക വർധന, പ്രബോധനം, ആശ്വാസം എന്നിവ ഉളവാക്കുക എന്നതാണ്. നാലാമതായിട്ട് നമ്മൾ കണ്ടു, എല്ലാവർക്കും പ്രയോജനമുള്ള ഈ കൃപാവരം എല്ലാവരും വാഞ്ചിക്കണം. ഏറ്റവും അധികം വാഞ്ചിക്കപ്പെടേണ്ട കൃപാവരമായിട്ട് അപ്പോസ്തലൻ പറയുന്നത് പ്രവചനപരമാണ്. യഥാർത്ഥ പ്രവചനപരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, പാപങ്ങളെല്ലാം വെളിപ്പെടുത്തി ദൈവഭയം ഉളവാക്കി യഥാർത്ഥ ആരാധന കടന്നു വരും. ആറാമതായിട്ട് നമ്മൾ കണ്ടു, ഒരു ചിട്ട അപ്പോസ്തലൻ വെച്ചിട്ടുണ്ട് സഭയിൽ. 2-3 പേർ ഓരോരുത്തര് ക്രമമായി വെളിപ്പാട് ലഭിച്ചവൻ ആരാണോ അവൻ സംസാരിക്കട്ടെ, ബാക്കിയുള്ളവർ അതിനെ വിവേചിക്കട്ടെ. വിവേചിക്കണം. പ്രവചനപരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനം തിരുവെഴുത്തുകളിൽ എഴുതി ചേർക്കപ്പെടുന്ന പ്രവചനമല്ല, അത് വിവേചിക്കപ്പെടേണ്ടതാണ്. അംശമായത് മാത്രം അറിഞ്ഞ് അംശമായത് പ്രവചിക്കുകയാണ്. അതുകൊണ്ട് പ്രവചനത്തെ വിവേചിക്കണം. എങ്ങനെ വിവേചിക്കണം? 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് സംഭവിക്കുമോ, സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രവാചകന്റെ ഉപദേശം ശ്രദ്ധിക്കണം. ദൈവാത്മാവുമായിട്ടുള്ള എന്റെ ഐക്യവും സമാധാനവും എങ്ങനെ ഇരിക്കുന്നു നോക്കണം. ദൈവിക അധികാരികളുടെ ആലോചനയുമായിട്ട് അത് തട്ടിച്ചു നോക്കണം. ദൈവം ഇന്നാളുകളിൽ എന്നെ നയിക്കുന്ന തന്റെ ഹിതവുമായിട്ട് അത് തട്ടിച്ചു നോക്കണം. 8ാമതായിട്ട് നമ്മൾ കണ്ടു, പ്രവചനപരത്തെ ആരും തുച്ഛീകരിക്കരുത്. നിങ്ങളുടെ ആത്മീയ പോരാട്ടത്തിൽ ആവശ്യമായ ഒരു ആയുധമാണത്. 9ാമതായിട്ട് നമ്മൾ കണ്ടു, പ്രവചിക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം, വിശ്വാസം വേണം. 10ാമതായിട്ട് കണ്ടു, പ്രവചനപരം ആത്മീയതയുടെ ലക്ഷണമല്ല. അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം 19:10 വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ ഒരു ദൂതന്റെ മുന്നിൽ നമസ്കരിക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ അരുത്, ഞാൻ നിനക്കും സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ.
പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ, ശരിക്കുള്ള പ്രവചനത്തിന്റെ ആത്മാവ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തും. ഏത് പ്രവചനപരമായിക്കോട്ടെ, അത് ആത്യന്തികമായിട്ട് ആരെ വെളിപ്പെടുത്തും? ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. ക്രിസ്തു എന്ന തലയോളം നിങ്ങളെ വളർത്തി ആത്മീക വർധന ഉളവാക്കാൻ ശ്രമിക്കും. ആത്യന്തികമായിട്ട് നിങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് ദൈവത്തെ മാത്രം നമസ്കരിച്ച് ഭക്തിയുള്ള ജീവിതം ഉളവാക്കുവാൻ വളർത്തുന്നതായിരിക്കും. അതാണ് ഏത് പ്രവചനവരത്തിലൂടെയും കടന്നു വരുന്ന പ്രവചനത്തിന്റെയും പുറകിലുള്ള ആത്മാവ്. അത് വെച്ച് നിങ്ങൾ പ്രവചനത്തെ നിരൂപിക്കണം, വിധിക്കണം, വ്യാഖ്യാനിക്കണം. ദൈവിക ആരാധനയിലും ഭക്തിയിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും എന്നെ പ്രചോദിപ്പിക്കുന്നതാണോ ഈ പ്രവചനം? അങ്ങനെയുള്ള പ്രവചന വരങ്ങൾ കേൾക്കുവാനും അനുഭവിക്കുവാനും അതിന്റെ ഭാഗമാകുവാനും നിങ്ങൾ എവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, കർത്താവ്, ഈ വചനത്തിനായിട്ട് സ്തോത്രം. പ്രവചന വരത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ആത്യന്തികമായിട്ട് കർത്താവെ, നിന്റെ വെളിപ്പാടുകൾ അറിയുവാനും അത് കർത്താവെ ശ്രവിക്കുവാനും അത് കർത്താവെ സഹോദരി സഹോദരന്മാരുടെ ആത്മീക വർധനയ്ക്കായിട്ട് പ്രസ്താവിക്കുവാനും ഞങ്ങളുടെ അധരങ്ങളെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവചനവരം കർത്താവെ ഈ സഭയിൽ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ദൂതുകൾ കർത്താവെ ഈ സഭയിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വ്യക്തികളും, ആത്മസ്നാനം പ്രാപിച്ച സകല വ്യക്തികളും ആത്മനിറവിൽ സഭയുടെ ആത്മീക വർധനവിനായിട്ട് പ്രവചനവരത്തിൽ നീങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ഒരു അഭിഷേകം ഇന്ന് ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ഒരു ശരീരമായി എഴുന്നേറ്റ് കർത്താവെ പണിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ദൂതുകൾ, ദൈവിക വെളിപ്പാടുകളിലൂടെ ജീവിതങ്ങൾ കർത്താവെ ക്രിസ്തുവിൽ പണിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീക പോരാട്ടത്തിൽ കർത്താവെ എടുത്തുകൊണ്ട്, ആയുധമായി എടുത്തുകൊണ്ട് കർത്താവെ മുന്നോട്ട് പോകുവാൻ കർത്താവെ സഹായിക്കുന്ന ദൂതുകൾ കർത്താവെ നിന്റെ ജനത്തിന് കൈമാറിയാട്ടെ കർത്താവെ. അവർ തമ്മിലുള്ള ശുശ്രൂഷകളിൽ അതെല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാർ അന്യോന്യം പ്രവചനവരത്തിലൂടെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും പ്രബോധനം നൽകുകയും ആത്മീക വർധന ഉളവാക്കുകയും ചെയ്യുന്ന അനേകം ശുശ്രൂഷകൾ ഈ സഭയിൽ സംഭവിച്ച് ഈ ശരീരം ബലപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സഭ കർത്താവെ പണിയപ്പെട്ട് നിന്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തെറ്റായ ഉപദേശങ്ങളെല്ലാം വിട്ടുമാറി യഥാർത്ഥ വചനത്തിൽ ഊന്നി കർത്താവെ വളരുവാൻ ഞങ്ങളെവരെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷയെ നീ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. നിന്റെ നാമമഹത്വത്തിനായിട്ട് സകലവും കൂടി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.